യാത്രയ്ക്ക് എല്ലാവിധ ഭാവുകങ്ങളും നേർന്നുകൊണ്ട് ഇവിടെ തടിച്ചുകൂടിയ മുഴുവൻ ജനങ്ങൾക്കും ഫോർവേഡ് ബ്ലോക്കിന്റെ അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. ജയ് ഹിന്ദ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ സമ്മേളനം ഉദ്ഘാടനം ചെയ്യാനായി നമുക്കൊക്കെ പ്രിയങ്കരനായ നേതാവ് ശ്രീ കെ മുരളീധരൻ അവർ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഇപ്പോൾ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാ നിങ്ങളോട് സംസാരിക്കും. പ്രതിപക്ഷ നേതാവ് നയിക്കുന്ന യാത്ര ഇപ്പോൾ കടന്നു വരാൻ ഏതാനും മിനിറ്റുകൾക്ക് കടന്നു വരും. നമ്മുടെ ആ ഗേറ്റിൽ തടിച്ചുകൂടിയിരിക്കുന്ന ആ കൊടി പിടിച്ചിട്ടുള്ള INTUC പ്രവർത്തകരൊക്കെ തൊപ്പി വെച്ചുകൊണ്ട് ഈ മുൻവശത്തെ കാർപ്പറ്റിൽ വന്നിരുന്നേ. എല്ലാവരും അവിടെ തന്നെ തങ്ങാതെ കുറേ പേരും കൂടി മുമ്പോട്ടേക്ക് കിടന്ന ഈ കാർപ്പറ്റിലൊക്കെ ഇരിക്കാൻ സൗകര്യമുണ്ട് എന്ന് ഓർമ്മപ്പെടുത്തുന്നു. ഇപ്പോൾ അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാ. അധ്യക്ഷൻ, വേദിയിലുള്ള യോഗത്തിൻ്റെ ഉദ്ഘാടകൻ പ്രിയങ്കരനായ കെ മുരളീധരൻ, വേദിയിലുള്ള MLA-മാർ, MP-മാർ, UDF-ൻ്റെ നേതാക്കളെ, വളരെ വിശദമായി ദേവരാജൻ സഖാവ് നമ്മുടെ ഈ സമരജാഥയുടെ ഉദ്ദേശത്തെക്കുറിച്ച് വ്യക്തമായി പറയുകയുണ്ടായി. ഞാൻ ഒന്ന് രണ്ട് വാക്കുകൾ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി വനം മന്ത്രിയുടെ പ്രസ്താവനകൾ, അല്ലെങ്കിൽ വനം മന്ത്രി ഈ രാജ്യത്ത്, ഈ കേരളത്തിൻ്റെ അങ്ങോളം ഇങ്ങോളം വന്യജീവി ആക്രമണം മൂലം മരണമുണ്ടാകുന്ന, കൊല്ലപ്പെടുന്ന ആളുകളുടെ പ്രശ്നം ഉന്നയിക്കുമ്പോൾ കൊടുത്ത മറുപടി, ആ മറുപടി ഒരു സർക്കാരിൻ്റെ കഴിവുകേട് പ്രഖ്യാപിക്കുന്നതാണ് എന്നെനിക്ക് തോന്നിപ്പോവുകയാണ്. ഇത് വെറുതെ പറയുന്നതല്ല. 1972 മുതൽ വന്യജീവി സംരക്ഷണ നിയമം നമുക്കുണ്ട്. അന്നു മുതൽ തന്നെ കേരളത്തിൽ വന്യജീവിയുടെ വൈൽഡ് ലൈഫ് സ്റ്റേറ്റ് ബോർഡ് എന്ന് പറഞ്ഞൊരു സംവിധാനമുണ്ട്. അത് വന്യജീവി സംരക്ഷണ നിയമത്തിൻ്റെ 6-ാം വകുപ്പ് പ്രകാരം ഉണ്ടാക്കുന്ന ഒരു ബോർഡാണ്. ആ ബോർഡിന്റെ ചെയർമാൻ അതാത് കാലത്തെ മുഖ്യമന്ത്രി, വൈസ് ചെയർമാൻ അതാത് കാലത്തെ വനം മന്ത്രി, പിന്നെ ഒരു 10-20 അംഗങ്ങളുണ്ടാകും. ഇതൊരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. ഇതിന്റെ ഫംഗ്ഷൻ, അല്ലെങ്കിൽ അതിന്റെ ഉത്തരവാദിത്തങ്ങൾ ആ നിയമത്തിൽ തന്നെ പറയുന്നുണ്ട്. അതിന്റെ 8-ാം വകുപ്പിൽ വ്യക്തമായി പറയുന്നു എന്തിനാണ് ഈ ബോർഡ് ഉണ്ടാക്കിയിരിക്കുന്നത്. ആ ബോർഡ് ഉണ്ടാക്കിയതിന് ഒരു പർപ്പസ് അതിനകത്ത് വ്യക്തമായി പറയുകയാണ്. അതിൻ്റെ 8-ാം വകുപ്പിലെ ഉപവകുപ്പ് CC എന്ന് പറഞ്ഞ് എഴുതി ചേർത്തിട്ടുണ്ട്. വന്യമൃഗങ്ങളും ജനങ്ങളുടെ ആവാസവുമായുള്ള പ്രശ്നമുണ്ടാകുമ്പോൾ അത് ഹാർമണൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങൾ ഒരുക്കാനും നിയമങ്ങൾ ഉണ്ടാക്കാനുള്ള ഉപദേശം നൽകുന്നതിനും വേണ്ടിയാണ് ഈ ബോർഡ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇപ്പം ഞാൻ ഇന്നലെയും മിനിഞ്ഞാന്നുമായി ഈ ബോർഡ് വർഷത്തിൽ 2 തവണ കൂടണമെന്നാണ് വെപ്പ്. അതിൻ്റെ മിനിറ്റ്സ് വല്ലതും കിട്ടാൻ വല്ല വഴിയുണ്ടോ എന്ന് നോക്കി. അങ്ങനെ 2-3 മിനിറ്റ്സുകൾ ഞാൻ കണ്ടു. അത് വായിച്ചാൽ നമുക്ക് തോന്നുന്നത് ഭരണഘടനയുടെ 21-ാം അനുച്ഛേദ പ്രകാരമുള്ള റൈറ്റ് ടു ലൈഫ് ഉണ്ടല്ലോ, ജീവിക്കാനുള്ള അവകാശം, അത് മൃഗങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കിയതാണെന്ന് തോന്നുന്നു. മനുഷ്യന്റെ റൈറ്റ് ടു ലൈഫിന് വേണ്ടിയിട്ടുണ്ടാക്കിയ മൗലികാവകാശം മൃഗങ്ങൾക്ക് പതിച്ചു കൊടുക്കേണ്ടതാണെന്നാണ് മന്ത്രി ധരിച്ചിരിക്കുന്നത്. മന്ത്രിയുടെ ധാരണ അതാണ്. മൃഗങ്ങളെ നമ്മൾ സ്നേഹിക്കണം. അത് വന്യമൃഗങ്ങളായാലും അല്ലാത്തതായാലും ഒക്കെ നമ്മൾ സ്നേഹിക്കണം. അതിനോടുള്ള എല്ലാ ദയാനുഭൂതി എല്ലാം നമുക്ക് കൊടുക്കണം. പക്ഷേ മനുഷ്യന്റെ അവകാശമെടുത്ത് നിഷേധിച്ചുകൊണ്ട് മൃഗത്തിന് അവകാശമാക്കി മാറ്റാൻ പാടില്ല. ഈ 1972 മുമ്പൊരു നിയമം ഉണ്ടായിരുന്നു. 1912 നിയമം, ഹണ്ടിങ് ഒക്കെ അനുവദിക്കുന്ന ഒരു നിയമമായിരുന്നു. ആ നിയമത്തുണ്ട് 1972 നിയമം ഉണ്ടായതിൻ്റെ കാരണം ചില സ്പീഷീസ് ഓഫ് മൃഗങ്ങളുടെ എണ്ണം കുറഞ്ഞു പോകുന്നു, ചിലപ്പോൾ ഉന്മൂലനം ചെയ്യപ്പെടുമെന്ന് തോന്നിയപ്പോഴാണ് നിയമം ഉണ്ടാക്കിയത്. ആ നിയമം 5 തവണ മേജർ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. 77, 91, 96, 2003, 2006. ഈ മാറ്റങ്ങളെല്ലാം നടത്തിയതിൻ്റെ അടിസ്ഥാനം നമ്മൾ വായിച്ചാൽ മനസ്സിലാകുന്നത് അതാത് കാലത്തെ വൈൽഡ് ലൈഫ് സ്റ്റേറ്റ് ബോർഡുകൾ കൊടുത്ത നിർദ്ദേശങ്ങളെ പരിഗണിച്ചുകൊണ്ടാണ്.
കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയും വനം മന്ത്രിയും ഇരിക്കുന്ന സ്റ്റേറ്റ് ബോർഡ് ഇതുവരെ സ്വന്തം അധികാരം എന്താണെന്ന് മനസ്സിലാക്കിയിട്ടില്ല, സ്വന്തം ഉത്തരവാദിത്വം എന്താണെന്ന് മനസ്സിലാക്കിയിട്ടില്ല. അതിനുശേഷം കഴിഞ്ഞ മാർച്ച് 25, 2024 മാർച്ച് 25 അപ്പോളോ ഡിമോറോ ഹോട്ടലിൽ അവരൊരു മീറ്റിംഗ് കൂടി. ആ മീറ്റിംഗ് കൂടിയിട്ട് കേന്ദ്ര സർക്കാരിനോട് പരിഹാരം തേടാൻ വേണ്ടി തീരുമാനിച്ചു. എല്ലാ ഭാരവാഹികളും ഉണ്ട്, എല്ലാ ബ്യൂറോക്രാറ്റ്സും ഒക്കെ ഇരിപ്പുണ്ട്. തീരുമാനം എന്താണെന്നറിയാമോ? ആദ്യത്തെ വാക്കാണ്, കേരളത്തിലുടനീളം വനമേഖലകളിൽ കയ്യേറി കർഷകർ വനമേഖലകൾക്കടുത്ത് കൃഷികൾ കൂടുതൽ തുടങ്ങിയത് വന്യജീവി ആക്രമണങ്ങൾക്ക് കാരണമായിട്ടുണ്ട്. 1972 നിയമം നന്നായി പാലിച്ചതുകൊണ്ട് വന്യജീവികളുടെ എണ്ണവും കൂടിയിട്ടുണ്ട്. ഇത് രണ്ടും വായിക്കുന്ന കേന്ദ്രത്തിലെ ആളുകൾ ഒന്നാമതായി കുറ്റപ്പെടുത്താൻ പോകുന്നത് ഇവിടുത്തെ ജനങ്ങളെയാണ്. നമ്മളൊക്കെ മലയോര മേഖല ജീവിച്ചിരുന്ന ആളുകളാണ്. ഒരു 30 വർഷം മുമ്പത്തെ കൃഷിയൊന്നും മലയോര മേഖലയിൽ ഇപ്പം നടക്കുന്നില്ല എന്ന് കരുതുന്ന ആളാണ് ഞാൻ. എനിക്ക് നല്ല ഉറപ്പുണ്ട്, മലയോര മേഖല ഒരിടത്തും അന്നത്തെ പോലത്തെ, അതായത് എസൻഷ്യൽ കമ്മോഡിറ്റീസ് ആക്ട് വന്നതിന് ശേഷം മലയോര കർഷകരെ വിളിച്ചു വരുത്തി കൃഷി നടത്തിച്ചതാണ് അന്ന്. ആ കാലമൊക്കെ പോയി. ഇന്ന് കൃഷി നടത്താൻ നമ്മുടെ മക്കളൊന്നുമില്ല. അവരൊക്കെ ഓസ്ട്രേലിയയിലും ന്യൂസിലൻഡിലും ഗൾഫിലും ഒക്കെ ജോലിയിലാണ്. പക്ഷേ ആ അച്ഛനും അമ്മയും ചവിട്ടി കൊല്ലപ്പെടുക. എന്നിട്ട് ഈ ഇരിക്കുന്ന ആളുകൾ, ഞാൻ വെറുതെ പറയുന്നതല്ല, കോമ്പിറ്റൻസിന്റെ കുറവാണ്. ഇതെന്താന്ന് അവർക്ക് മനസ്സിലായിട്ടില്ല. എൻ്റെ അധികാരം എന്താണ് എൻ്റെ ഉത്തരവാദിത്വം ഒന്നും മനസ്സിലായിട്ടില്ല. ഇൻകോമ്പിറ്റൻ്റ് ആയ ഒരു സിസ്റ്റമാണ് നമ്മുടെ സ്റ്റേറ്റിൽ നടക്കുന്നത്. ഒരു പ്രതിവിധി ഇല്ല എന്നവർ പറയുന്നത് തെറ്റാണ്. അവരുടെ മുമ്പിൽ പ്രതിവിധിയുണ്ട്. ആ പ്രതിവിധിക്ക് വേണ്ടി ഒരു സ്റ്റെപ്പ് മുന്നോട്ട് വെച്ചിട്ടില്ല. ആരോടാണ് അവർ വെല്ലുവിളിക്കുന്നത്? ആരെയാണ് അവർ നേരിടുന്നത്? അവരിവിടുത്തെ പാവപ്പെട്ട കർഷകരെ, അവർ ജീവിക്കാൻ വേണ്ടി അവർ കാർഷിക വിളകൾ ഉണ്ടാക്കുന്നതിന് വേണ്ടി പ്രവർത്തിക്കുന്ന കർഷകരെ ആന ചവിട്ടിക്കൊന്നാലും പുലി ചവിട്ടിക്കൊന്നാലും ഒരു പുലി കൊന്നാലും ഒരു പത്രസമ്മേളനം നടത്തുക, ആ പത്രസമ്മേളനത്തിലൂടെ ഒരു വേദന കാണിക്കുക, കൊടുക്കുന്ന റിപ്പോർട്ടുകൾ മുഴുവൻ ജനങ്ങൾക്കെതിരാണ്. ഒരു മാറ്റവും ഇവിടെ ഉണ്ടാക്കാൻ വേണ്ടി അവർ ശ്രമിക്കുന്നില്ല. ഈ കഴിവുകെട്ട സംവിധാനം, അതായത് ഒരു വനം മന്ത്രിക്ക് മനസ്സിലാകണം, ഈ പറഞ്ഞ പർട്ടിക്കുലർ വൈൽഡ് ലൈഫ് എന്ന് പറയുന്നത് കൺകറന്റ് ലിസ്റ്റിലുള്ളതാണ്. 2-3 സ്റ്റേറ്റുകൾ ചേർന്നിട്ട് ഒരു നിർദ്ദേശം സ്റ്റേറ്റ് ബോർഡ് കൊടുത്താൽ ഭരണഘടനയുടെ 252 അനുച്ഛേദ പ്രകാരം അത് പരിശോധിക്കാൻ സെൻട്രൽ ഗവൺമെന്റ് ബാധ്യസ്ഥരാണ്. ഞാൻ ആ പണി ചെയ്യേണ്ട ഉത്തരവാദിത്വം എനിക്കാണ്. ഞാൻ ബോർഡിന്റെ വൈസ് ചെയർമാനാണ്, മുഖ്യമന്ത്രി എൻ്റെ ചെയർമാനാണ്. ഈ പണി ഞാൻ ചെയ്തില്ലെങ്കിൽ എൻ്റെ ജനം ദുരിതത്തിലാകുമെന്ന് മനസ്സിലാക്കണമെങ്കിൽ അങ്ങനെ ഒരു അധികാരം ഉണ്ടെന്ന് മനസ്സിലാവുന്നവനെ വേണ്ടേ മന്ത്രിയാക്കാൻ? ഇതാണ് ചെയ്യേണ്ടതെന്ന് അറിയാത്ത മന്ത്രി ഒരു ചലനവുമില്ലാതെ അവിടെ തുടരുക. ഞാൻ ഈ യോഗങ്ങളുടെ മിനിറ്റ്സിലൊക്കെ വായിച്ചു നോക്കിയപ്പോൾ ഇവരൊന്നും ഇതിനെക്കുറിച്ചൊരു അഭിപ്രായം പോലും പറഞ്ഞായിട്ട് കാണുന്നില്ല. ആകെ പത്രങ്ങളുടെ മുമ്പിൽ മാത്രം പറയുന്നൊരവസ്ഥയാണ്. പക്ഷെ നമുക്കത് തിരിച്ചറിയാൻ പറ്റുന്നില്ല. ജനങ്ങൾക്ക് നമുക്ക് നല്ലൊരു സംവിധാനം ഇവിടെ ഉണ്ടായേ മതിയാവും. ഇത്തരം സംവിധാനവുമായി മുന്നോട്ട് പോയാൽ കഴിഞ്ഞ 10 വർഷത്തെ അവർ ആ സ്റ്റാറ്റിസ്റ്റിക്കൽ റിപ്പോർട്ടുണ്ട്. 10 വർഷം കൊല്ലപ്പെട്ട മനുഷ്യരുടെ ലിസ്റ്റുണ്ട്. ഇന്നിപ്പോൾ ഉച്ചയ്ക്ക് വീണ്ടും വാർത്ത വരുന്നുണ്ട്, വയനാട്ടിൽ ആക്രമണം നടന്നുകൊണ്ടിരിക്കുകയാണ്, വന്യജീവി ആക്രമണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിങ്ങനെ ഒരു കേട്ട് തഴമ്പിച്ചു പോകുന്ന പ്രശ്നമായി മാറുന്നു എന്നതുകൊണ്ട് അത് തിരുത്തപ്പെടണമെന്ന നിർദ്ദേശം UDF വെക്കുന്നു. ഇന്നലെ സതീശൻ പ്രസംഗിക്കുമ്പോൾ പറയുന്നുണ്ടായിരുന്നു, UDFൽ ആദ്യം ഈ ഓരോ മരണങ്ങളുണ്ടാകുമ്പോൾ വേദനയിൽ അവർ അപ്പോൾ പ്രതികരിച്ചുകൊണ്ട് നേതാക്കൾ പറയുകയും UDF അത് തീരുമാനമാക്കി മാറ്റുകയും നമ്മുടെ യോഗം അടിയന്തരമായി മുൻകൂട്ടി ഈ പറഞ്ഞ സമരങ്ങൾ മുൻകൂട്ടി നടത്താൻ തീരുമാനിക്കുകയും ചെയ്തിരിക്കുകയാണ്. ഈ സമരത്തിൻ്റെ അവസാനം ഇതിനൊരു പരിഹാരമുണ്ടാകും. ആ പരിഹാരമുണ്ടാക്കാൻ ഈ സർക്കാർ തയ്യാറാകുന്നുണ്ടെങ്കിൽ ആ പരിഹാരവുമായി നമ്മുടെ സർക്കാർ തിരിച്ചു വരും എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഈ മഹാസ്വീകരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തതിനു വേണ്ടിയിട്ട് നമ്മോടൊപ്പം ആയിരിക്കുന്നത് കേരളത്തിലെ ഐക്യജനാധിപത്യ പ്രസ്ഥാനത്തിൻ്റെ പ്രിയപ്പെട്ട നേതാവ്
നമ്മുടെയൊക്കെ പ്രിയങ്കരായ ശ്രീ കെ മുരളീധരൻ അവர்களാണ്. അദ്ദേഹത്തെ വളരെ സ്നേഹപൂർവ്വം സ്വാഗതം ആശംസിച്ചുകൊണ്ട് ക്ഷണിക്കുന്നു. ചേട്ടൻ ബൂത്ത് പ്രസിഡന്റ് ചേട്ടൻ്റെ ബൂത്ത് പ്രസിഡന്റ് നല്ല സ്ഥലം, അത് അഡ്ജസ്റ്റ് ചെയ്ത് ചടങ്ങിൽ സംബന്ധിക്കുന്ന ഐക്യജനാധിപത്യ മുന്നണിയുടെ പ്രിയപ്പെട്ട നേതാക്കന്മാരെ, സഹോദരി സഹോദരന്മാരെ, ഗുരുജനങ്ങളെ, പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശൻ നയിക്കുന്ന മലയോര സമരജാഥ കണ്ണൂർ ജില്ലയിലെ ഉളിക്കൽ നിന്ന് ആരംഭിച്ച് ഇന്ന് മലയാറ്റൂരിൽ എത്തിച്ചേരുകയാണ്. ഇന്നത്തെ ഒരു ജീവിത സാഹചര്യത്തിൽ ജനങ്ങളെ ബാധിക്കുന്ന ഏറ്റവും പ്രധാനമായ ഒരു വിഷയവുമായിട്ടാണ് ഈ യാത്ര ഇപ്പോൾ കേരളത്തിൽ പ്രയാണം നടത്തുന്നത്. ഇവിടെ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് വളരെ വിശദമായി തന്നെയാണ് കാര്യങ്ങൾ എൻ്റെ മുൻ പ്രാസംഗികൻ ശ്രീ മുഹമ്മദ് ഷാ ഇവിടെ വിവരിച്ചത്. അദ്ദേഹം വന നിയമങ്ങളെക്കുറിച്ചും അതിൻ്റെ സാഹചര്യങ്ങളെക്കുറിച്ചൊക്കെ അദ്ദേഹം പ്രതിപാദിക്കുകയുണ്ടായി. പക്ഷേ ഈ യാത്രയുടെ ഒരു വിജയം എന്ന് ഞാൻ പറയുന്നത്, ഇങ്ങനെ യാത്ര പ്രഖ്യാപിച്ചപ്പോൾ തന്നെ സംസ്ഥാന ഗവൺമെൻറ് കഴിഞ്ഞ നിയമസഭയിൽ അവർ പാസാക്കാൻ ഉദ്ദേശിച്ച വനനിയമം അത് പിൻവലിച്ചു എന്നതാണ് യാത്രയുടെ തുടക്കം തന്നെ. യാത്ര വിജയിച്ചു എന്ന് പറയാനുള്ള കാര്യം. നേരെ മറിച്ച് ആ ബില്ല് പാസ്സായിരുന്നെങ്കിൽ മൃഗങ്ങൾക്ക് മാത്രം സംരക്ഷണവും, മൃഗങ്ങളുടെ ആക്രമണങ്ങൾക്ക് വിധേയരാകുന്ന ജനങ്ങൾക്ക് മൃഗങ്ങളുടെ ശിക്ഷയ്ക്ക് പുറമെ സർക്കാർ വക ശിക്ഷയും ഇവിടെ നടപ്പാവുമായി. ഒരുപക്ഷെ ഈ നിയമം പാസ്സായതിന് ശേഷമാണ് അൻവർ അന്ന് ഫോറസ്റ്റിലേക്ക് ജാഥ നയിച്ചിരുന്നെങ്കിൽ അൻവർ ഇപ്പോഴും പുറത്തിറങ്ങിയിട്ടുണ്ടാവില്ല. അത്രയും യാതൊരു ചിന്തയും കൂടാതെ സംസ്ഥാന സർക്കാർ ഈ നിയമം കൊണ്ടുവരികയും യാത്ര പ്രഖ്യാപിക്കുകയും യാത്രയ്ക്ക് കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി പല കോണുകളിൽ നിന്നും പിന്തുണ ലഭിച്ചപ്പോഴാണ് സർക്കാരിന് പിന്തിരിയേണ്ടി വന്നത്. അതാണ് യാത്രയുടെ ഒന്നാമത്തെ വിജയം എന്ന് പറയുന്നത്. ഇന്നിപ്പോൾ മലയോര മേഖലയുടെ പ്രയാസങ്ങൾ ഞാൻ പറയേണ്ട കാര്യമില്ല. ഞാൻ 13 വർഷം കോഴിക്കോട് MP ആയിരുന്നപ്പോൾ അന്ന് വയനാട് കോഴിക്കോടിൻ്റെ ഭാഗമായിരുന്നു. അതുകൊണ്ട് വയനാട്ടിലെ A to Z കാര്യങ്ങൾ നേരിട്ട് അറിയുന്ന ഒരാളാണ് ഞാൻ. പക്ഷെ ഇവിടെ സംസ്ഥാന സർക്കാർ ശ്രീ പിണറായി വിജയൻ നിയമസഭയിൽ പറഞ്ഞു, ഈ വന്യജീവി നിയമം 72 ഇന്ദിരാഗാന്ധി ഉള്ള കാലത്ത് കൊണ്ടുവന്നതാണ്, ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഞാൻ ചോദിക്കട്ടെ, ഇപ്പോൾ പല നിയമങ്ങളിലും ഭേദഗതി വരുത്തുന്നില്ലേ? നമ്മുടെ ഭരണഘടനയിൽ എത്ര തവണ ഭേദഗതി വരുത്തിയിട്ടുണ്ട്? കാരണം കാലം മാറുമ്പോൾ സാഹചര്യം മാറും. 972 അന്ന് നിയമം കൊണ്ടുവരുമ്പോൾ ഇവിടെ വന്യമൃഗങ്ങൾക്ക് വംശനാശം സംഭവിക്കുന്ന കാലം, കാടുകളിൽ കയറി മൃഗങ്ങളെ കൊല്ലുന്ന ഒരു കാലഘട്ടത്തിലാണ് അത് തടഞ്ഞുകൊണ്ടുള്ള നിയമം വരുന്നത്. ഇപ്പോഴെന്താ സ്ഥിതി അറിയോ? ഇപ്പം മൃഗങ്ങൾ പെറ്റുവരിക. രണ്ടാമതായി പറഞ്ഞാൽ ഇപ്പോൾ മനുഷ്യൻ കാട്ടിലേക്കല്ല കയറുന്നത്, മൃഗങ്ങൾ നാട്ടിലേക്ക് വരിക. കഴിഞ്ഞ വർഷം മാനന്തവാടിയിലെ ഒരു കർഷകനെ ആന ചവിട്ടി കൊന്നത് കാട്ടിൻ്റെ അകത്ത് വെച്ചിട്ടല്ല, മാനന്തവാടി മുനിസിപ്പാലിറ്റിയിലാണ് അദ്ദേഹം താമസിച്ചിരുന്നത്, മുനിസിപ്പൽ ഓഫീസിൻ്റെ അടുത്താണ്. അതായത് ഹാർട്ട് ഓഫ് ദ ടൗണിൽ വെച്ചിട്ടാണ് കാട്ടാന ഗേറ്റ് തകർത്ത് വന്ന ആ കർഷകനെ കുത്തി കൊല്ലുന്നത്. അപ്പോൾ മനുഷ്യൻ വനത്തിലേക്ക് പോവല്ല, വന്യമൃഗങ്ങൾ നാട്ടിലേക്ക് വരിക. മേപ്പാടിയിൽ കഴിഞ്ഞ ഈ ദുരന്തം നടക്കുന്നതിൻ്റെ ഒരു 3 മാസം മുമ്പ് ഒരു കർഷകൻ്റെ വീട്ടിൽ, ആ കർഷകൻ പൂച്ചയാണെന്ന് വിചാരിച്ച് വന്ന് നോക്കിയതാ 2 പുലിക്കുട്ടികൾ. പൂച്ചയാണെന്ന് വിചാരിച്ചിട്ടാ വന്ന് നോക്കിയ. അപ്പോൾ ടൗണുകളിൽ പോലും വന്യജീവികൾ വന്നു കയറുമ്പോൾ 72 നിയമം പറഞ്ഞുകൊണ്ടിരിക്കുകയാണോ? ഇപ്പോൾ വന്യമൃഗങ്ങൾ പെറ്റുവരുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, പണ്ട് കാലത്ത് ഈ രാജാക്കന്മാരൊക്കെ നായാട്ട് നടത്തിയിരുന്നത് എന്തിനാ? മൃഗങ്ങളുടെ ശല്യം വർദ്ധിക്കുമ്പോഴാണ് നായാട്ട് നടത്തിയിട്ടുള്ളത്. ഇപ്പോൾ പുരാണത്തിൽ പറയുന്നുണ്ടല്ലോ, മണികണ്ഠൻ അയ്യപ്പൻ്റെ കുട്ടിയായിരുന്നപ്പോൾ മണികണ്ഠനെ പന്തളം രാജാവിന് കിട്ടിയത്, പന്തളം രാജാവ് മോർണിംഗ് വാക്കിന് പോയപ്പോഴല്ല, നായാട്ടിന് പോയപ്പോഴാണ്.
കാരണം അദ്ദേഹത്തിനോട് അന്ന് രാജാവിനോട് കർഷകർ വന്ന് പറഞ്ഞു, ഞങ്ങളുടെ കൃഷിയൊക്കെ വന്യമൃഗങ്ങൾ വന്ന് ആക്രമിക്കുകയാണ്. അങ്ങനെ ആ വന്യജീവികളെ വേട്ടയാടാൻ വേണ്ടി പന്തളം രാജാവ് പോകുമ്പോഴാണ് മണികണ്ഠനെ കിട്ടുന്നത്. ഇതാണ് പുരാണത്തിൽ തന്നെ വേട്ടയാടലുണ്ട്. അപ്പം അന്ന് അതിനാണ് രാജാക്കന്മാർ നായാട്ട് നടത്തിയിരുന്നെങ്കിൽ ഇന്ന് തോക്ക് പോലും ഫോറസ്റ്റിൻ്റെ കയ്യിലില്ലാത്ത അവസ്ഥയിലാണ് ഈ 21-ാം നൂറ്റാണ്ടിലത്തെ അവസ്ഥ എന്ന് പറയുന്നത്. ഇവിടെ സാധാരണ രീതിയിൽ വന്യജീവികളുടെ ആക്രമണം ഉണ്ടാകുമ്പോൾ 2 മാർഗങ്ങളുണ്ട്. ഒന്ന് ഇലക്ട്രിക് ഫെൻസിങ് ഉണ്ട്. ഇലക്ട്രിക് ഫെൻസിങ്ങിൽ നല്ല ഇലക്ട്രിക് കടത്തി വിട്ടാൽ അങ്ങനെ ആന ചവിട്ടി ഇതാക്കൊന്നുമില്ല. കാരണം ഷോക്കടിക്കുക ആനയ്ക്കാണെങ്കിലും. ആനയ്ക്ക് വിവരമൊക്കെ ഉണ്ടല്ലോ കുറച്ച്. ഷോക്കടിക്കുന്ന വാഞ്ചത പിന്നെ ആന ഭാഗത്തേക്ക് വരാറില്ല. ഇലക്ട്രിക് ഫെൻസിങ് പേര് എഴുതി വെച്ചിട്ട് കാര്യമില്ല. ഫെൻസിങ്ങിൽ ഇലക്ട്രിസിറ്റി കടത്തി വിടണം. ഇത് കടത്തി വിടാതിരുന്ന എന്ത് ചെയ്യും? വെറും ഫെൻസിങ് മാത്രം വെച്ചിട്ട് കാര്യമുണ്ടോ? 2 കിടങ്ങ് കുടിക്കണം. ഒരുമാതിരി നല്ല കിടങ്ങൊക്കെ കുഴിച്ചാൽ ഒറ്റ ദിവസം കൊണ്ട് ആനയ്ക്ക് അത് മണ്ണിട്ട് നികത്തിയിട്ട് കയറാൻ പറ്റുമൊന്നുമില്ല. അപ്പോൾ നിലവിലുള്ള നിയമങ്ങൾക്ക് പുറമേ വന്യജീവികളെ ഓടിക്കാനുള്ള ഒരു മോഡേൺ ആയിട്ടുള്ള എക്യുപ്മെൻസും ഇന്ന് ഫോറസ്റ്റിൻ്റെ കയ്യിലില്ല. ഇപ്പോഴും പഴയ സിസ്റ്റമാണ്. ഈ സിസ്റ്റം വെച്ചാൽ എങ്ങനെ വന്യജീവികളെ തിരിച്ച് ഓടിക്കാൻ കഴിയും? പിന്നെ കേന്ദ്രത്തിൻ്റെ സഹായം വേണമെന്ന് പറയുന്നത് ഈ വന്യജീവികൾ മനുഷ്യനെ ആക്രമിക്കാൻ വരുമ്പോൾ അതിൽ പ്രതിരോധിക്കുന്ന ഭാഗമായി ചിലപ്പോൾ വെടിവെക്കേണ്ടി വരും. ഞാൻ ചോദിക്കട്ടെ, ചിഹ്നം വിളിച്ച് കൊല്ലാൻ വരുന്ന ആനേന് ഉമ്മ വയ്ക്കണോ? പിന്നെ ഇവിടുത്തെ നിയമം അങ്ങനെയാണല്ലോ. മനുഷ്യനെ ചവിട്ടി കൊല്ലാൻ വരിക, ആ നേരത്ത് കൊന്നു കഴിഞ്ഞാൽ കൊല്ലുന്ന കേസിൽ പ്രതി. ഏത് ആനേനെ കൊന്നതിന്? മനുഷ്യനെ ചവിട്ടി കൊന്ന ഒരു കുഴപ്പമില്ല. ഇവിടെ കണ്ടില്ല, കടുവ പാവം ഒരു സ്ത്രീ, ആ സ്ത്രീനെ കടുവ ചാടി വന്ന് കൊന്നു. ആടിക്കൊല്ലി പ്രദേശം അത്ര വലിയ കാടൊന്നുമല്ല, ഫോറസ്റ്റ് ഏരിയ അല്ല. അവിടുന്ന് ഇങ്ങോട്ട് ചാടി വന്ന കടുവ ചാടി വന്ന് കൊന്നിട്ട്, ഞാൻ ചോദിക്കട്ടെ, നരഭോജിയായിട്ടുള്ള കടുവേനെ വെടിവെക്കാൻ വേറെ വല്ല നിയമമുണ്ടോ? തടസ്സമുണ്ടോ? നരഭോജിയായിട്ടുള്ള കടുവേനെ വെടിവെക്കാൻ തന്നെയാണ് നിയമം, കൊല്ലാൻ നിയമമുണ്ട്. പക്ഷേ 3 ദിവസം കണ്ണിൽ എണ്ണ ഒഴിച്ച് പരിശോധിച്ചിട്ടും കടുവേനെ കണ്ടില്ല. കാണാഞ്ഞിട്ടൊന്നുമല്ല, കണ്ട വെടിവെക്കാൻ തോക്കില്ല, അതിൻ്റെ കുഴപ്പമാണ്. ഏതായാലും കടുവ ചത്തു എന്നുള്ള വാർത്ത വന്നു. എങ്ങനെയാണ് ചത്തതെന്ന് അറിയില്ല. പക്ഷേ ഇപ്പം പറയുന്നത് എന്താ അറിയോ? ഇതിൻ്റെ തലേന്ന് നമ്മുടെ മന്ത്രി ഒരു ഹിന്ദി പാട്ട് പാടിയിരുന്നു കോഴിക്കോട് വെച്ച്. അപ്പോൾ കടുവ ഈ മന്ത്രിയുടെ ഹിന്ദി പാട്ട് കേട്ട് ആത്മഹത്യ ചെയ്താണ് എന്നും ഒരു കഥ ഇങ്ങനെ പ്രചരിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഈ കടുവേനെ വേറെ കടുവ വന്നെങ്കിൽ പിന്നെ ആ കടുവ ഇനി വരാൻ കിടക്കുക. ഈ കടുവ മറ്റൊരു കടുവയുടെ ആക്രമണത്തിലാണ് മരിച്ചതെങ്കിൽ, കൊല്ലപ്പെട്ടതെങ്കിൽ, മറ്റേ കടുവിനെ എപ്പോഴാണ് വന്ന് കയറുക എന്നറിയില്ല. അപ്പം മനുഷ്യനെ കടുവ വീതി ഒഴിഞ്ഞിട്ട് ഒരു നേരമില്ല. എന്നാൽ മന്ത്രിക്കാണെങ്കിൽ എന്താണ് തൻ്റെ വകുപ്പ് എന്ന് അറിഞ്ഞുകൂടാ. അതാണ് ആദ്യത്തെ കുഴപ്പം. ഒന്നാമത്, അദ്ദേഹത്തിന് വന്യമൃഗങ്ങളെക്കാൾ പേടിയാരാ അറിയോ? അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കാരിയാണ്. കാരണം അദ്ദേഹത്തിൻ്റെ പാർട്ടിയാണെങ്കിൽ അദ്ദേഹത്തിനെ മാറ്റണം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ ഒരു സമാധാനമില്ല. ഉറക്കം തന്നെ ഓരോ ദുസ്വപ്നങ്ങൾ കണ്ട്, മന്ത്രിസ്ഥാനം നഷ്ടപ്പെടുന്ന ദുസ്വപ്നങ്ങൾ കണ്ട് ഞെട്ടി ഉണരുമ്പോൾ എന്ത് വന്യമൃഗം, എന്ത് കടുവ, എന്ത് കാട്ടാന. അല്ല, ഇങ്ങനെയുണ്ട് ഒരു മന്ത്രിക്ക് എന്നെ സംബന്ധിച്ച് ഒരു വിവരമില്ലാത്ത. ഇപ്പോൾ ഒരു നിയമം കൊണ്ടുവന്നിട്ട് കാട്ടുപന്നി വന്നാൽ വെടിവെക്കാം, കാട്ടുപന്നി വന്നാൽ വെടിവെക്കാന്ന് പറയുന്നുണ്ട്. പക്ഷെ വെടിവെച്ച ഒരു കാര്യമുണ്ട്, അതിനെ ഇത്ര അടി, അതായത് മനുഷ്യൻ്റെ മൃതശരീരം വെക്കുന്നതിനേക്കാൾ ഇരട്ടി കുഴിയെടുത്ത് അതിൽ മൂടണം, അല്ലെങ്കിൽ പെട്രോൾ ഒഴിച്ച് കത്തിക്കണം. അതിന് തിന്നാൻ പാടില്ല. ശരിയാണ്, കാട്ടിൽ പോയിട്ട് മുള്ളൻപന്നീനെ പിടിക്കാൻ പാടില്ല. ശരി, നാട്ടിൽ വരുന്ന മുള്ളൻ പന്നീനെ കൊന്നാൽ അതിനെ തിന്നേണ്ടവർ തിന്നോട്ടെ. ആടിനെ കൊല്ലാം, കോഴീനെ കൊന്ന് തിന്നാം, ആടിനെ കൊന്ന് തിന്നാം, പോത്തിനെ കൊന്ന് തിന്നാം. മുള്ളൻപന്നി മാത്രം നാട്ടിലേക്ക് വന്നാൽ വെടിവെച്ച് കൊന്നു കഴിഞ്ഞാൽ പിന്നെ അതിനെ കൊല്ലാൻ പാടില്ല. മനുഷ്യരെ സംസ്കരിക്കുന്നതിനേക്കാൾ രാജകീയമായി മുള്ളൻപന്നീനെ സംസ്കരിക്കണം എന്നൊക്കെ പറഞ്ഞാൽ ഇത് ഞാൻ ചോദിക്കട്ടെ, 21-ാം നൂറ്റാണ്ടിനെയാണോ? അത്രയും ഭയാനകമാണ് ഇപ്പോൾ ഈ പ്രദേശങ്ങളുടെ സ്ഥിതി എന്ന് പറയുന്നത്. കാരണം
ഞാൻ പറഞ്ഞല്ലോ, വന്യമൃഗങ്ങൾ കാട്ടിൽ നിന്ന് ഇറങ്ങി വന്ന ജനങ്ങളെ കൊല്ലുമ്പോൾ എന്തുകൊണ്ട് പ്രതിരോധിക്കാൻ കഴിയുന്നില്ല? എനിക്ക് സംസ്ഥാന സർക്കാരിനോടൊരു കാര്യം പറയാനുള്ളത്, മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ എന്തുകൊണ്ട് ഒരു ഓൾ പാർട്ടി, നമ്മുടെ നിയമസഭ പ്രമേയമൊക്കെ പാസ്സാക്കി, പക്ഷെ അതുകൊണ്ട് കാര്യമുണ്ടോ? എന്തുകൊണ്ട് ഒരു ഓൾ പാർട്ടി ഡെലിഗേഷൻ ഡൽഹിയിൽ പോയി പ്രധാനമന്ത്രിയെ കണ്ട്, വനം മന്ത്രിയെ കണ്ട്, കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രി ഭൂപേഷ് യാദവിനെ കണ്ട് എന്തുകൊണ്ട് ഇതിൻ്റെ ഗൗരവം കേന്ദ്രത്തിനെ ബോധ്യപ്പെടുത്തി? ഞങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്, ശരിയാണ്. ഞാൻ കഴിഞ്ഞ ലോക്സഭയിൽ അംഗമായിരുന്നപ്പോൾ ഞാനും സബ്മിഷൻ കൊണ്ടുവന്നിട്ടുണ്ട്, പാർലമെന്റിന്റെ റെക്കോർഡ് പരിശോധിച്ചാൽ അറിയാം. പക്ഷേ അതുകൊണ്ട് മാത്രമായില്ല. MP-മാരും അക്കാര്യത്തിന് വിട്ടു നിൽക്കുന്നൊന്നുമില്ല. എല്ലാ MP-മാരും കേരളത്തിൻ്റെ ഈ കാര്യത്തിൽ ഒറ്റക്കെട്ടായി കഴിഞ്ഞ സഭയിലും പറഞ്ഞിട്ടുണ്ട്, ഈ സഭയിലും പറയുന്നുണ്ട്. ശ്രീ രാഹുൽ ഗാന്ധി തന്നെ സബ്മിഷൻ കൊണ്ടുവന്നിട്ടുണ്ട് ഞാൻ സഭയിൽ അംഗമായിരുന്നപ്പോൾ. പക്ഷേ പ്രിയങ്ക ഗാന്ധി സൂചിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ അതുകൊണ്ടായോ? സംസ്ഥാന സർക്കാർ ഒരു ഓൾ പാർട്ടി ഡെലിഗേഷനെ നയിച്ച് കാര്യങ്ങൾ അവിടെ പറയണം. പക്ഷേ മുഖ്യമന്ത്രി ചെയ്യുന്നത് എന്താ അറിയോ? പ്രധാനമന്ത്രിനെ കാണുമ്പോഴൊക്കെ ഒറ്റ വാക്കേ പറയുന്നത്, സിൽവർ ലൈൻ വേണം, സിൽവർ ലൈൻ വേണം. ഞാൻ ചോദിക്കട്ടെ, ഈ ഒറ്റ ഈ പ്രധാനമന്ത്രിയെ ഇത്രയും കാലം കണ്ടല്ലോ മുഖ്യമന്ത്രി, ഏതെങ്കിലും ഒരു കൂടിക്കാഴ്ച ഈ വന്യജീവി നിയമം ഭേദഗതി ചെയ്യണം എന്ന് മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടിട്ടുണ്ടോ? നമ്മളാരും പത്രത്തിൽ വായിച്ചിട്ടൊന്നുമില്ല. അങ്ങനെ പറഞ്ഞോ അല്ലേ എന്നുള്ള മുഖ്യമന്ത്രിയും പറഞ്ഞിട്ടില്ല. എന്തുകൊണ്ട് പറയുന്നില്ല? ഇപ്പൊ ഗവൺമെന്റ് ഇക്കാര്യം ഗൗരവത്തിൽ എടുത്തിട്ടുണ്ടോ? ഇല്ല എന്നാണ് നമുക്ക് പറയാനുള്ളത്. അതിന് പകരമാണ് ജനങ്ങളെ ദ്രോഹിക്കുന്ന നിയമം ഇവിടെ പാസ്സാക്കാൻ ശ്രമിച്ചതും ഈ യാത്ര പ്രഖ്യാപിച്ചപ്പോൾ അതിൽ നിന്ന് പിന്മാറേണ്ടി വന്നു. പക്ഷെ ഇവിടെ ഒരു രസകരമായ കാര്യം, കഴിഞ്ഞ ദിവസം ആ കടുവ ആക്രമണത്തിൽ മരിച്ച രാധയുടെ വീട്ടിൽ ശ്രീമതി പ്രിയങ്ക ഗാന്ധി വന്നു. അവരവിടുത്തെ MP-യാ. വന്ന സമയത്ത് ആദ്യം കരിങ്കൊടി കാണിച്ചാരറിയും? മാർക്സിസ്റ്റ് പാർട്ടി. എന്താ കരിങ്കൊടി കാണിച്ചത്? വരാൻ 2 ദിവസം വൈകി. കേരളത്തിൽ ഉണ്ടായിരുന്ന, കോഴിക്കോട് ഉണ്ടായിരുന്ന വനം മന്ത്രി വന്ന് പിറ്റേ ദിവസം പ്രിയങ്ക ഗാന്ധി വന്നു. പ്രിയങ്ക ഗാന്ധി ഡൽഹിയിൽ നിൽക്കാൻ കാരണം എന്താ? വഖഫ് ഭേദഗതി നിയമം ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റി ചർച്ച ചെയ്യാണ്. അതിൻ്റെ ഇടയിൽ പ്രിയങ്ക ഗാന്ധി വന്നാൽ ഇതേ മാർക്സിസ്റ്റുകാരൻ പറയില്ലേ, ഇത്രയും പ്രധാനപ്പെട്ട ഒരു JPC യോഗം നടക്കുമ്പോൾ പ്രിയങ്ക ഗാന്ധി ഡൽഹിയിൽ ഉണ്ടായില്ല എന്ന് ഇതേ CPM-കാർ കുറ്റം പറയില്ലേ? അത് കഴിഞ്ഞു. ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റി കഴിഞ്ഞ അടുത്ത ദിവസം കാലത്ത് ശ്രീമതി പ്രിയങ്ക ഗാന്ധി അവിടെ വന്നു, വീട്ടിൽ പോയി ആശ്വസിപ്പിച്ചു, സാമ്പത്തിക സഹായം പ്രഖ്യാപിച്ചു. അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, നിങ്ങൾക്ക് ശശീന്ദ്രനെ അല്ല നിങ്ങൾക്ക് ടാർഗറ്റ്, നിങ്ങൾ പ്രിയങ്ക ഗാന്ധിനെ ടാർഗറ്റ് ചെയ്തിട്ട് എന്തുകൊണ്ട് സ്വന്തം മന്ത്രി അവിടെ വന്നില്ല എന്നല്ല ചോദിച്ചത്, പ്രിയങ്ക ഗാന്ധി എന്തുകൊണ്ട് വരാൻ താമസിച്ചു? ഇവിടെയൊക്കെ കാര്യങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കണം എന്നല്ല, തരം താണ രീതിയിലുള്ള തറ രാഷ്ട്രീയമാണ് പിണറായിയും അദ്ദേഹത്തിന്റെ പാർട്ടിയും ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ബഫർ സോണിന്റെ കാര്യം ഇപ്പൊ നമുക്കറിയാം. കർഷകർ വയനാട്ടിലൊക്കെ എനിക്കറിയാം, നമ്മുടെ ഈ വടക്കൻ തിരുവിതാംകൂറിന്നൊക്കെ തെക്കൻ തിരുവിതാംകൂറിന്നൊക്കെ ഒരുപാട് ആളുകൾ വയനാട്ടിൽ പണ്ട് കാലത്ത്, ഇവിടെ നേരത്തെ എൻ്റെ സുഹൃത്ത് സൂചിപ്പിച്ച പോലെ നടന്നും കാളവണ്ടിയിലൊക്കെ സഞ്ചരിച്ച് അവിടെ വന്ന് അവരൊക്കെ കൃഷി ചെയ്ത് മണ്ണിനെ പൊന്നാക്കി. അപ്പോൾ നമ്മൾ ഏകകണ്ഠേന കേരളത്തിൽ എല്ലാവരും ആവശ്യപ്പെടുന്നത് കാർഷിക മേഖലയെ പൂർണ്ണമായിട്ടും ബഫർ സോണിൻ്റെ ഇത് ഒഴിവാക്കണം, ഞങ്ങൾ ഒഴിവാക്കി തരണം. പക്ഷേ സർക്കാരിൻ്റെ നിലപാട് കേന്ദ്ര സർക്കാർ എടുത്തിട്ടില്ല. അത് പറയുമ്പോൾ ഇപ്പോൾ ഉത്തരേന്ത്യ പോലെയല്ലല്ലോ കേരളം. കേരളത്തിലൊരു ഒഴിഞ്ഞ സ്ഥലമൊന്നുമില്ല, എല്ലാ സ്ഥലത്തും ജനങ്ങൾ കൃഷി ഇറക്കിയിട്ടുണ്ട്. അതൊന്നും ഇപ്പോൾ വനമേഖലയുടെ നിയന്ത്രണത്തിലുമല്ല. അതുകൊണ്ട് തന്നെ ബഫർ സോൺ വിഷയത്തിൽ എന്തുകൊണ്ട് കർഷകരെ ഒഴിവാക്കുന്നില്ല? ഇവിടെ നിങ്ങൾക്കറിയാം, കേന്ദ്രത്തിൽ UPA ഭരിച്ചപ്പോൾ ഗാഡ്ഗിലിനെ ഇത് സംബന്ധിച്ച അന്വേഷണത്തിന് നിയോഗിച്ചു. പക്ഷേ ഗാഡ്ഗില് കർഷകനല്ല പ്രാധാന്യം കൊടുത്ത വന്യമൃഗങ്ങൾക്കാണ്. ആ റിപ്പോർട്ട് വന്നു, ശക്തമായിട്ട് എതിർപ്പുണ്ടായി. പല മലയോര പ്രദേശങ്ങളിലും ഇപ്പോൾ ഡീൻ കുര്യാക്കോസിന് തന്നെ അറിയാം,
അദ്ദേഹം ഇവളല്ല 2014 തോൽക്കാനുള്ള ഏക കാരണം ഗാഡ്ഗിലിൻ്റെ പേര് പറഞ്ഞിട്ടാണ്. പക്ഷെ അത് മനസ്സിലാക്കിയപ്പോൾ UPA സർക്കാർ തന്നെ പകരം ഒരു കസ്തൂരിരംഗനെ വെച്ചു. കസ്തൂരിരംഗൻ കുറെ കൂടെ മെച്ചപ്പെട്ട റിപ്പോർട്ട് നൽകുമ്പോഴേക്കും ആ സർക്കാരിൻ്റെ കാലാവധി കഴിഞ്ഞു. പക്ഷേ ഞാൻ അന്ന് ഓർക്കുന്നു, ഞാൻ MLA ആയിരുന്നപ്പോൾ ഉമ്മൻചാണ്ടിയുടെ സർക്കാരിൻ്റെ കാലത്ത് ഉമ്മൻചാണ്ടി സർക്കാരാണ് ഉമ്മൻ വി ഉമ്മനെ കമ്മീഷനായി വെച്ച് ശരിക്കുള്ള പരിഹാര മാർഗങ്ങൾ നിർദ്ദേശിക്കുന്നത്. ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായി വന്നപ്പോൾ അന്ന് പാർലമെന്റിൽ അന്നത്തെ വനം മന്ത്രി പറഞ്ഞ എന്താ അറിയോ? ഇത് സംബന്ധിച്ച് വ്യക്തമായ ഒരു റിപ്പോർട്ട് നൽകിയത് കേരള സർക്കാരാണ്. ഏതാ കേരള സർക്കാർ? പിണറായി സർക്കാരല്ല, ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിലുണ്ടായിരുന്ന സർക്കാരാണ്. അപ്പോൾ ആ കാര്യം വ്യക്തമായി പഠിച്ച് ഉമ്മൻ വി ഉമ്മൻ എന്ന് പറഞ്ഞാൽ അദ്ദേഹം കാര്യങ്ങൾ വസ്തുനിഷ്ഠമായി പഠിക്കുന്ന ആളും കർഷകന്റെ വികാരം മനസ്സിലാക്കുന്ന ആളുമാണ്. അങ്ങനെ അദ്ദേഹത്തിൻ്റെ കൂടെ താല്പര്യത്തിൽ ആണ് ഈ വളരെ വിശദമായിട്ടുള്ള റിപ്പോർട്ട് സംസ്ഥാന സർക്കാർ കേന്ദ്രത്തിന് കൊടുത്തു. ആ റിപ്പോർട്ടാണ് ഇപ്പോഴും കേന്ദ്രത്തിൻ്റെ കയ്യിലുള്ള ഔദ്യോഗിക രേഖ എന്ന് പറയുന്നത്. അത് കൊടുത്ത ഒരേ ഒരു സംസ്ഥാനം കേരള. അത് ആദ്യം കൊടുത്തത് ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ. നമ്മുടെ ജാഥയുടെ ക്യാപ്റ്റൻ ശ്രീ VD സതീശൻ, MLA ശ്രീ റോജി M. ജോൺ, MP ബെന്നി ബെഹന്നാൻ, ലൈസൺ കമ്മിറ്റി കൺവീനർ MM ഹസൻ, ഇവരൊക്കെ ഈ വേദിയിലേക്ക് കടന്നു വരികയാണ്. എങ്ങനെ അങ്ങനെ ഈ മേഖലയിലുള്ള കാർഷിക മേഖലയിലെ തകർച്ചയും കർഷകന് തങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന, അതും കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കുക. അതായത് ഇന്നത്തെ ഒരവസ്ഥ എന്ന് പറയുന്നത് കർഷകന് തങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന കാർഷികോൽപ്പന്നങ്ങൾക്ക് വില കിട്ടാത്ത ഒരു സാഹചര്യമുണ്ട്. ഞാൻ ഓർക്കുന്നത് കഴിഞ്ഞ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് ഒരു ദിവസം ഇലക്ഷൻ്റെ ഒരു ക്ലൈമാക്സ് എത്തുമ്പോൾ കുറേ കർഷകർ ഞങ്ങൾ UDF നേതാക്കളെയൊക്കെ നേരിട്ട് വന്ന് കൊണ്ടു, പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ. അവർ പറഞ്ഞൊരു കാര്യം, നെൽകർഷകരാണ്. അവർ പറഞ്ഞു, ഞങ്ങൾക്കൊരു കാര്യം പറയാനുണ്ട്, മറ്റൊന്നുമല്ല, ഇവിടെ അനാവശ്യമായിട്ടുള്ള കുറേ വിവാദങ്ങളുടെ ചർച്ചയാണ് നടക്കുന്നത്, ട്രോളി വിവാദവും മറ്റു വിവാദങ്ങളൊക്കെ. പക്ഷെ ഞങ്ങളുടെ ഒരു അവസ്ഥ എന്ന് പറയുന്നത്, ഞങ്ങൾ നെൽകൃഷിക്കാരാണ്. ഞങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന നെല്ലിന് വില കിട്ടാതെ സർക്കാർ സബ്സിഡി പ്രഖ്യാപിച്ചു. പക്ഷെ ഞങ്ങൾക്ക് ഇതുവരെ ഒന്നും കിട്ടുന്നില്ല. മാത്രമല്ല, സംഭരിച്ചു വെച്ച നെല്ല് കിളിർക്കാൻ തുടങ്ങി, ഞങ്ങൾ വല്ല ആത്മഹത്യ ചെയ്യുക. നിങ്ങൾ ഇതൊരു ചർച്ചാ വിഷയമാക്കണം, ഞങ്ങളുടെ വികാരമാണ്. ഇപ്പം ഞാൻ അവിടെ ചെന്നതിൻ്റെ അടുത്ത ദിവസം ഒരു ട്രാക്ടർ റാലി നടത്തുകയുണ്ടായി. ആ ട്രാക്ടർ റാലിയിൽ CPM-ന് വേണ്ടി പ്രചരണ രംഗത്തുണ്ടായിരുന്ന പലരും അവരവരുടെ ട്രാക്ടറുമായി ആ സമരത്തിൽ പങ്കുചേർന്നു. സത്യത്തിൽ ആ വിഷയം മുഖ്യ ചർച്ചാ വിഷയമായപ്പോഴാണ് UDF ജയിക്കുന്ന കാര്യത്തിൽ സംശയം ഉണ്ടായിരുന്നില്ല. പക്ഷേ ഭൂരിപക്ഷം ഇത്രയും വർദ്ധിക്കാനുള്ള പ്രധാന കാരണം നെൽകർഷകരുടെ വികാരമായി. അവർ പറഞ്ഞത്, സഹകരണ ബാങ്കുകൾ ഉണ്ടായിരുന്ന കാലത്ത്
ഞങ്ങൾക്ക് സബ്സിഡിയൊക്കെ കൃത്യമായിട്ട് കിട്ടാറുണ്ടായിരുന്നു. അതിപ്പോൾ കേരള ബാങ്ക് ആക്കിയപ്പോൾ ഒന്നും കിട്ടുന്നില്ല. ഇങ്ങനെയൊക്കെയുള്ള നിരവധി പ്രശ്നങ്ങൾ ഈ സമൂഹത്തിലുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വിഷയങ്ങളൊക്കെ ജനവികാരം ഏറ്റെടുത്തുകൊണ്ട് ഈ ജാഥ മുന്നോട്ട് പോകുമ്പോൾ എല്ലായിടത്തും ഈ ജാഥയ്ക്ക് ലഭിക്കുന്ന സ്വീകരണം, കർഷകരുടെ സ്വീകരണം, വനമേഖലയ്ക്ക് പരിസരത്ത് താമസിക്കുന്ന അധ്വാനിക്കുന്ന ജനവിഭാഗങ്ങളുടെ സ്വീകരണം, ഇതെല്ലാം ഉപരിയായി സാധാരണ ജനങ്ങളുടെ സ്വീകരണം, അത് ഏറ്റുവാങ്ങിക്കൊണ്ട് ഈ ജാഥ മുന്നോട്ട് പോകുമ്പോൾ ഒരു കാര്യം ഞങ്ങൾ ഉറപ്പ് പറയുന്നു, UDFന്റെ സർക്കാർ അടുത്ത വർഷം ഈ സംസ്ഥാനത്ത് അധികാരത്തിൽ വരും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ട. പിണറായി വിജയൻ വിചാരിച്ചാൽ പോലും ഈ സർക്കാരെ രക്ഷിക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് കേരളം ചെന്നെത്തിയിരിക്കുന്നു. ആ ഒറ്റ കാരണം കൊണ്ട് തന്നെ UDF സർക്കാർ ഈ സംസ്ഥാനത്ത് അധികാരത്തിൽ വരുമ്പോൾ വന്യജീവിയുടെ ആക്രമണങ്ങളിൽ നിന്നും പാവപ്പെട്ട ആളുകളെ രക്ഷിക്കാൻ ആ സർക്കാർ നിങ്ങളോടൊപ്പം ഉണ്ടാകും എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ ജാഥയ്ക്ക് നിങ്ങൾ നൽകിയ ആവേശകരമായ സ്വീകരണം തീർച്ചയായിട്ടും UDFന്റെ ഈ ജാഥയ്ക്ക് കരുത്താണ്. ഭാവിയിലും നിങ്ങളുടെ സഹായ സഹകരണങ്ങൾ ഉണ്ടാകണം. ഒറ്റ കാര്യമേ ഞാൻ പറയുന്നുള്ളൂ, പോളിംഗ് ബൂത്തിലൊക്കെ ചെല്ലുമ്പോൾ ഈ ദുരിതങ്ങളൊന്നും ആരും മറക്കരുത്. ഒരു കിറ്റ് കാണുമ്പോൾ, ഈ ആനേനെ മുമ്പ് വാരിക്കുഴിയിൽ വീഴ്ത്തിയിരുന്നല്ലോ, ആനയ്ക്കറിയില്ല വാരിക്കുഴി അത് കുഴിയുണ്ടെന്ന്, ആന ഒരു കുഴിയിൽ ചാടും. അതുപോലെ കിറ്റുമായിട്ടുള്ള ചില വാരിക്കുഴികളുമായിട്ട് വരുമ്പോൾ അതിലൊന്നും വീഴാതെ ഈ ജനദ്രോഹ സർക്കാരിനെ ജനകീയ കോടതിയിൽ ശിക്ഷിക്കാൻ നിങ്ങളും ഒപ്പം ഉണ്ടാകണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ സ്വീകരണ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നു. എല്ലാവർക്കും എൻ്റെ വിനീതമായിട്ടുള്ള നമസ്കാരം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ സമ്മേളനത്തിൻ്റെ നടപടികൾ സമാരംഭിക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ ബഹുമാനപ്പെട്ട കാലടി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ശ്രീ സെബി കടങ്ങൻ സ്റ്റേജിലേക്ക് കയറി വരണം. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി കൊച്ചിനേശ തങ്കച്ചൻ, ഈ പഞ്ചായത്തിലെ പ്രസിഡന്റ് ജോയി ആവോക്കാരൻ, ഇവിടുത്തെ മണ്ഡലം പ്രസിഡന്റ് ശ്രീ ബിജു കണിയാങ്കുടി, ഇവിടുത്തെ UDFന്റെ ചെയർമാൻ ശ്രീ ജോളി മാടശ്ശേരി, അതുപോലെ DC സെക്രട്ടറി മനോജ് മല്ലശ്ശേരി തുടങ്ങിയവർ സ്റ്റേജിലേക്ക് കടന്നു നിന്ന് കാലാർപ്പണം ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. ഇപ്പോൾ വളരെ തിരക്കിൽ നമ്മുടെ ഈ പ്രോഗ്രാം മുന്നോട്ട് പോവുകയാണ്. സ്വാഗതം ഈ ബഹുമാനപ്പെട്ട അങ്കമാലി MLA ശ്രീ റോജി M. ജോൺ MLA ഈ സമ്മേളനം മഹാസമ്മേളനമാകാൻ വേണ്ടി കഠിനാധ്വാനം ചെയ്ത നമ്മുടെ പ്രിയപ്പെട്ട MP MLA നമുക്ക് അനുഗ്രഹമാണ്. പ്രിയപ്പെട്ട MLAയുടെ അധ്യക്ഷത്തിലാണ് ഈ സമ്മേളനം നടക്കുന്നത്. സ്വാഗതം പറയുന്നതിന് വേണ്ടി UDFന്റെ നിയോജക ചെയർമാൻ ശ്രീ ബേബി M. മുണ്ടാടിനെ ക്ഷണിക്കുന്നു. പ്രിയമുള്ള അധ്യക്ഷൻ, പ്രിയപ്പെട്ട MLA ശ്രീ റോജി M. ജോൺ, ആദരണീയനായ ഉദ്ഘാടകൻ ശ്രീ K. മുരളീധരൻ MP, ex-MP, പ്രിയപ്പെട്ട ബെന്നി ബെഹനാൻ MLA, പ്രിയമുള്ള നേതാക്കളെ, സുഹൃത്തുക്കളെ, കഴിഞ്ഞ 25-ാം തീയതി കണ്ണൂർ ജില്ലയിൽ ഇരിക്കൂരിലെ കരുവഞ്ചാലിൽ നിന്നും ആരംഭിച്ച് ഈ വരുന്ന 5-ാം തീയതി തിരുവനന്തപുരം തമ്പൂരിയിൽ അവസാനിക്കുന്ന ഈ സമര സന്ദേശയാത്ര ഇന്ന് മലയാറ്റൂരിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. സ്നേഹിതരെ, ഈ ജാഥയുടെ ഉദ്ദേശ ലക്ഷ്യങ്ങളെ കുറിച്ചൊക്കെ തന്നെ നമ്മുടെ നേതാക്കന്മാർ ഇവിടെ സവിസ്തരം പറയുമെന്നതുകൊണ്ട് ഞാൻ എൻ്റെ കൃത്യനിർവഹണത്തിലേക്ക് കിടക്കുകയാണ്. സ്നേഹിതരെ, ഈ കഴിഞ്ഞ 2 ആഴ്ചക്കാലമായി ഈ സമ്മേളനം വിജയിപ്പിക്കുവാൻ അഹോരാത്രം പരിശ്രമിച്ച പ്രിയപ്പെട്ട അധ്യക്ഷൻ കൂടിയായ പ്രിയപ്പെട്ട റോജി M. ജോൺ MLA, അതുപോലെ തന്നെ ചാലക്കുടി MP പ്രിയപ്പെട്ട ബെന്നി ബെഹനാൻ എന്നിവരെ ഈ യോഗത്തിൻ്റെ പേരിൽ പ്രത്യേകമായി സ്വാഗതം ആശംസിക്കുന്നു. KPCCയുടെ ഭാരവാഹികളായ പ്രിയപ്പെട്ട BP സജീന്ദ്രൻ, അബ്ദുൽ മുത്തലീഫ്, അഡ്വക്കേറ്റ് S. അശോകൻ, മുൻ KPCC ജനറൽ സെക്രട്ടറി ശരത് ചന്ദ്ര പ്രസാദ്, മുൻ മന്ത്രി രഘുചന്ദ്രപാൽ, മുൻ MP KP ധനപാലൻ, മുൻ MLA MA ചന്ദ്രശേഖരൻ, മുൻ KPCC സെക്രട്ടറി N. വേണുഗോപാൽ, AICC അംഗം ജെയ്സൺ ജോസഫ്, KDP സംസ്ഥാന പ്രസിഡന്റ് ജോസ് മോൻ, JSS ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് രാജൻ ബാബു, CMP ജില്ലാ സെക്രട്ടറി P. രാജേഷ്, കേരള കോൺഗ്രസ് സംസ്ഥാന വർക്കിംഗ് ചെയർമാൻ അഡ്വക്കേറ്റ് PC തോമസ്, സംസ്ഥാന എക്സിക്യൂട്ടീവ് ചെയർമാൻ ശ്രീ മോൻസ് ജോസഫ് MLA, അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാ, മുസ്ലിം ലീഗിന്റെ സംസ്ഥാന സെക്രട്ടറി, മുസ്ലിം ലീഗ് ജില്ലാ സെക്രട്ടറി ശ്രീ V. അബ്ദുൾ ഗഫൂർ, കേരള പ്രവാസി അസോസിയേഷൻ പാർട്ടിയുടെ ദേശീയ ചെയർമാൻ രാജേന്ദ്രൻ വെള്ളപ്പാലത്ത്, KPCC ന്യൂനപക്ഷ സെൽ ചെയർമാൻ സക്കീർ ഹുസൈൻ,
രാഷ്ട്രീയകാര്യ സമിതി അംഗം അജയ് തറയിൽ, രാഷ്ട്രീയകാര്യ സമിതി അംഗം ശ്രീമതി പ്രിയപ്പെട്ട ദീപ്തി മേരി വർഗീസ്, പ്രിയപ്പെട്ട ഷാനി മോൾ ഉസ്മാൻ, KPCC KDP ജില്ലാ പ്രസിഡന്റ് NO ജോർജ്, പ്രിയപ്പെട്ട കേരള കോൺഗ്രസിന്റെ സംസ്ഥാന സെക്രട്ടറി ജോർജ് കിഴക്കമശ്ശേരി, മഹിളാ കോൺഗ്രസിന്റെ ജില്ലാ സെക്രട്ടറി സുനില സിബി, പ്രിയപ്പെട്ട RSPയുടെ ജില്ലാ സെക്രട്ടറി ശ്രീ ജോർജ് സ്റ്റീഫൻ, പ്രിയപ്പെട്ട ബ്ലോക്ക് പ്രസിഡന്റ് ശ്രീ സെബി കടങ്ങേൻ, അങ്കമാലി ബ്ലോക്ക് പ്രസിഡന്റ് ശ്രീ ആൻഡു മാവേലി, XMLA ശ്രീ PJ ജോയ്, പ്രിയപ്പെട്ട MLAമാരായ ശ്രീ TJ വിനോദ്, പ്രിയപ്പെട്ട ആലുവ MLA ശ്രീ അൻവർ സാദത്ത്, പ്രിയപ്പെട്ട പെരുമ്പാവൂർ MLA എൽദോസ് കുന്നപ്പള്ളി, പ്രിയപ്പെട്ട ജാഥ ക്യാപ്റ്റൻ, പ്രിയപ്പെട്ട ആദരണീയനായ പ്രതിപക്ഷ നേതാവ് ശ്രീ VD സതീശൻ അവരുകളെ, പ്രിയമുള്ള പ്രിയപ്പെട്ട DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ്, പ്രിയപ്പെട്ട UDFന്റെ ജില്ലാ ചെയർമാൻ ശ്രീ ഡൊമിനിക് പ്രസന്റേഷൻ, പ്രിയമുള്ള നേതാക്കന്മാരെ, ബ്ലോക്ക് ഭാരവാഹികളെ, UDFന്റെ നേതാക്കളെ, സ്നേഹിതരെ, സുഹൃത്തുക്കളെ, നിങ്ങൾക്ക് എല്ലാവർക്കും ഈ യോഗത്തിൽ പങ്കെടുക്കുന്ന എത്തിയ മുഴുവൻ ആളുകൾക്കും ഒറ്റ വാക്കിൽ സ്വാഗതം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ജയ് UDF. ഈ സ്വീകരണ സമ്മേളനത്തിന്റെ ഉദ്ഘാടകൻ ഏറെ ആദരണീയനായ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ മുൻ അധ്യക്ഷൻ പ്രിയപ്പെട്ട ശ്രീ K മുരളീധരൻ അവർകൾ, ഈ മലയോര സമര യാത്രയുടെ നായകൻ കേരളത്തിന്റെ ഏറെ കരുത്തനായ പ്രതിപക്ഷ നേതാവ് ശ്രീ VD സതീശൻ അവർകൾ, വേദിയിൽ സന്നിഹിതരായിരിക്കുന്ന ഐക്യജനാധിപത്യ മുന്നണിയുടെ ഏറെ സമാരാധ്യരായ മുഴുവൻ നേതാക്കന്മാര്, ഏറെ പ്രിയമുള്ള UDFന്റെ സഹപ്രവർത്തകരെ, സുഹൃത്തുക്കളെ, കേരളത്തില് ഇന്നത്തെ സാഹചര്യത്തിൽ ഏറ്റവും ഉചിതമായിട്ടുള്ള അനിവാര്യമായിട്ടുള്ള ഒരു പ്രക്ഷോഭണ പരിപാടിയുമായിട്ടാണ് ഐക്യജനാധിപത്യ മുന്നണി ശ്രീ VD സതീശന്റെ നേതൃത്വത്തിൽ ഈ മലയോര സമരയാത്രയുമായി കടന്നു വന്നുകൊണ്ടിരിക്കുന്നത്. കണ്ണൂരിൽ ഇതിന്റെ തുടക്കം കുറിച്ച അന്നു മുതൽ ഈ നിമിഷം വരെ കടന്നു വരുന്ന ഓരോ മേഖലയിലും വൻപിച്ച ജനാവലിയാണ് ഈ മലയോര സമരയാത്രയെ സ്വീകരിക്കുവാൻ, അഭിവാദ്യം ചെയ്യുവാനായിട്ട് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നത്. ഈ യാത്രയിലേക്ക് കടന്നു വരുന്ന ആളുകൾ മലയോര മേഖലയിൽ അധിവസിക്കുന്ന ജനങ്ങളുടെ ദുരിതം മനസ്സിലാക്കുകയും ആ ദുരിതം നേരിട്ട് അനുഭവിക്കുകയും കാർഷിക മേഖലയിലെ തകർച്ചയുടെ ദുരിതം അനുഭവിക്കുകയും ചെയ്യുന്ന ഈ നാട്ടിലെ സാധാരണക്കാരായിട്ടുള്ള കർഷകരും മലയോര മേഖലയിൽ താമസിക്കുന്ന നിർധനരായിട്ടുള്ള പാവപ്പെട്ടവരായിട്ടുള്ള സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളാണ് ഈ യാത്രയെ അഭിവാദ്യം ചെയ്യുവാനായിട്ട് കടന്നു വന്നുകൊണ്ടിരിക്കുന്നത്. ഇത് നമുക്കറിയാം. കേരളത്തിന്റെ സാഹചര്യം 2016 ശ്രീ പിണറായി വിജയൻ കേരളത്തിൽ അധികാരത്തിൽ വന്നതിന് ശേഷം കേരളത്തിന്റെ മലയോര മേഖലയിലെമ്പാടും അതീവ ഗുരുതരമായിട്ടുള്ള തീവ്രമായിട്ടുള്ള വന്യജീവി ആക്രമണമാണ് അടിക്കടി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. 2016 മുതൽ ഇന്നുവരെ ഏകദേശം 1000-ഓളം ആളുകൾ ഇതിനോടകം തന്നെ വന്യജീവി ആക്രമണത്തിൽ ഈ കൊച്ചു കേരളത്തിൽ മരണപ്പെട്ടു, ദാരുണമായി കൊല ചെയ്യപ്പെട്ടു എന്ന് പറയുമ്പോൾ ഈ വിഷയത്തിന്റെ ഗൗരവം എത്രത്തോളം ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. 8000-ലധികം ആളുകൾ ഗുരുതരമായി പരിക്ക് പറ്റി. 60,000-ഓളം വന്യജീവി ആക്രമണങ്ങളാണ് 2016 മുതൽ ഈ നിമിഷം വരെ കേരളത്തിന്റെ മണ്ണിൽ ഉണ്ടായിരിക്കുന്നതെന്ന് നമുക്കറിയാം. 50,000-ലധികം കൃഷിനാശം സംഭവിച്ച, സ്വത്തുനാശം സംഭവിച്ച കേസുകൾ, 5000-ലധികം കന്നുകാലികൾ. കേരളത്തിന്റെ മലയോര മേഖല മുഴുവനും വലിയ അരക്ഷിതാവസ്ഥ നിലനിൽക്കുമ്പോൾ മലയോര മേഖലയിൽ താമസിക്കുന്ന സാധാരണക്കാരായ പാവപ്പെട്ട ആളുകൾ ഇന്നവിടെ ജീവിക്കാൻ സാധിക്കാതെ, കൃഷി ചെയ്യാൻ സാധിക്കാതെ, ഉപജീവനം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കാതെ ആളുകൾ പകച്ചു നിൽക്കുന്ന സാഹചര്യത്തിൽ അതിനു മുൻപിൽ നോക്കുകുത്തിയായി നിൽക്കുന്ന ഒരു ഭരണകൂടമാണ് ഇന്ന് കേരളത്തിലുള്ളത് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. ആ ഭരണകൂടത്തിന്റെ നിഷ്ക്രിയത്വത്തിനെതിരായിട്ടുള്ള ഒരു പോരാട്ടമാണ് ഇവിടെ UDF നടത്തിക്കൊണ്ടിരിക്കുന്നത്. കേരളത്തിലെ പല കാര്യങ്ങളും ഞാൻ ഇവിടെ സൂചിപ്പിച്ചു. ഇപ്പോൾ നമുക്കറിയാം, നമ്മൾ ഇവിടെ നിൽക്കുന്ന ഈ മലയാറ്റൂരില് അങ്കമാലി നിയോജകമണ്ഡലത്തിൽ തന്നെ എത്രയോ ആളുകൾ ദൈനംദിനം എന്ന വണ്ണം വന്യമൃഗാക്രമണത്തിന് ഇരയായിക്കൊണ്ടിരിക്കുന്നു. കൊല്ലക്കോട് പന്നഞ്ചിറയിൽ നിന്നുള്ള തോമസ് ചേട്ടൻ ഇവിടെ വന്നിട്ടുണ്ട്. ആനയെ ഓടിച്ച് മറിഞ്ഞു വീണ് വാരിയെല്ല് പൊട്ടി ദിവസങ്ങളോളം ആശുപത്രിയിൽ കടന്ന് ഇന്നുവരെ 1 രൂപ നഷ്ടപരിഹാരം കൊടുക്കുവാനായിട്ട് സർക്കാർ തയ്യാറായിട്ടില്ല. പ്ലാന്റേഷനിൽ നിന്നുള്ള നമുക്ക് 16-ാം ബ്ലോക്കിൽ അവിടെ വെച്ച് അപകടത്തിൽപ്പെട്ട ആന ഓടിച്ച് ബിജു പുതുശ്ശേരി ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്.
ആന ഓടിച്ചു പ്ലാന്റേഷനിൽ, പ്രാണരക്ഷാർത്ഥം ഓടി മറിഞ്ഞു വീണ് ആന ബിജുവിന്റെ അടുത്ത് വന്നു. ബിജുവിന്റെ അടുത്ത് വന്ന് ബിജുവിനെ നോക്കി. ബിജു ദയനീയമായിട്ട് മനസ്സിലുള്ള ദൈവങ്ങളെയെല്ലാം വിളിച്ചപേക്ഷിച്ചു. ആന ചവിട്ടാതെ പോയത് കൊണ്ട്, ആന കനിഞ്ഞത് കൊണ്ട് മാത്രം ബിജു ജീവനോടുകൂടി ഇവിടെ ഇരിക്കുന്നു. വാരിയലിന് പരിക്ക് പറ്റി നിരവധി ദിവസങ്ങളിൽ ആശുപത്രി കഴിയേണ്ടി വന്ന ബിജു ഇവിടെയുണ്ട്. 1 രൂപ നഷ്ടപരിഹാരം കിട്ടിയിട്ടില്ല. കൊല്ലക്കോടുള്ള സിനി ജോയി പന്നി വട്ടം ചാടിയതാണ്, ബൈക്കിന് മുറുകെ മറിഞ്ഞു വീണ് അപകടം പറ്റി ഗുരുതരമായി പരിക്ക് പറ്റി ആശുപത്രിയിൽ ദിവസങ്ങളോളം കിടന്നു. മലയോര മേഖലയിൽ മാത്രമല്ല, കോക്കുന്നിൽ നിന്നുള്ള നമ്മുടെ പഞ്ചായത്ത് അംഗത്തിന്റെ ഭർത്താവ് കൂടിയായിട്ടുള്ള ശ്രീ മാത്തച്ചൻ, കോക്കുന്നെന്ന് പറയുന്നത് ഈ നാഗമാലിയെ സംബന്ധിച്ച് ഒരു നഗരപ്രദേശമാണ്. ആ നഗരപ്രദേശത്ത് താമസിക്കുന്ന ആളുകൾ അദ്ദേഹത്തിന്റെ പറമ്പിലേക്ക് ഇറങ്ങിയപ്പോൾ കാട്ടുപന്നി കൂട്ടമായി വന്ന് ഓടിച്ചു. അദ്ദേഹം കാട്ടുപന്നി വെട്ടി അദ്ദേഹം ആശുപത്രിയിലായി. നിരവധി ദിവസങ്ങൾ ആശുപത്രി കഴിയേണ്ട സാഹചര്യം വരുന്നു. നമ്മുടെ മുളങ്കുഴിയില്, ഇല്ലിത്തോടില്, പാണ്ടുപാറയില്, കണ്ണിമംഗലത്ത്, നമുക്ക് ഏഴാറ്റുമുഖത്ത്, അങ്ങനെ പൂതൻകുറ്റിയില്, നമ്മുടെ ഈ തൊട്ടപ്പുറത്ത് പെരുമ്പാവൂരില്, ഈ മലയോരവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന മുഴുവൻ മേഖലയിലും ഇന്ന് സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ ഭീതിയുടെ നിഴലിലാണ് ജീവിക്കുന്നത് എന്ന് പറയുമ്പോൾ, ഇത്ര ദയനീയമായി ജീവിക്കേണ്ട ഒരു സാഹചര്യം ഈ നാട്ടിലെ ജനങ്ങൾക്കുണ്ടായിട്ടുണ്ട് എങ്കിൽ അതിന് ഉത്തരവാദികൾ കണ്ണും കെട്ടി നോക്കി നിൽക്കുന്ന, ഈ വിഷയത്തിന് ഒരു പരിഹാരം കാണുവാൻ ചെറുവിരലനക്കാൻ സാധിക്കാത്ത ഈ സംസ്ഥാനത്തിന്റെ ഭരണകൂടമാണ് എന്ന് പറയേണ്ടതായിട്ട് വരും. മന്ത്രിയോട് ചോദിക്കുമ്പോൾ എന്താ പറയുന്നത്? മന്ത്രിയോട് ചോദിക്കുമ്പോൾ മന്ത്രി പറയുന്നത്, ഞാൻ വിചാരിച്ചാൽ ആനയെ ഓടിക്കാൻ സാധിക്കുമോ? ഞാൻ മന്ത്രി ആയതുകൊണ്ടാണോ ആന വരുന്നതെന്നാണ് അദ്ദേഹം ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. പറയാതിരിക്കാൻ നിർവാഹമില്ല. അദ്ദേഹം മന്ത്രി ആയതുകൊണ്ടല്ല ആന ഇറങ്ങി വരുന്നത്. പക്ഷേ ആനയ്ക്ക് വെക്കേണ്ട മയക്കുവടി, ആ മയക്കുവടി കൊണ്ടതിന് കണക്കെ ഒരു മന്ത്രി ആ കസേരയിൽ ഇരുന്നാൽ ഇവിടെ ആനയും ഇറങ്ങും, പുലിയും ഇറങ്ങും, കുരങ്ങും ഇറങ്ങും, പന്നിയും ഇറങ്ങും, എല്ലാവരും ഇറങ്ങി ആളുകളുടെ ജീവന് വില പറയുന്ന കാഴ്ചയുണ്ടാവും. മയക്കുവടി കൊണ്ടതുപോലെയുള്ള ഒരു വനം മന്ത്രിയും മനുഷ്യപ്പറ്റില്ലാത്ത ഒരു മുഖ്യമന്ത്രിയുമാണ് ഇന്ന് കേരളത്തിന്റെ അധികാര കസേരയിൽ ഇരിക്കുന്നത്. 1 രൂപ ചെലവ് ചെയ്യാനില്ല. ഒരു അപകടം ഉണ്ടാകുമ്പോൾ എന്താ ചെയ്യുന്നത്? അപകടം ഉണ്ടാകുമ്പോൾ മന്ത്രി യോഗം വിളിക്കും. അത് നിരന്തരമുള്ള ഒരു കാഴ്ചയാണ്. മന്ത്രി യോഗം വിളിച്ച് എല്ലാ ഉദ്യോഗസ്ഥരെയൊക്കെ വിളിച്ചു വരുത്തി വലിയ ചർച്ച നടത്തും, ആളുകൾക്ക് കുറെ ഉറപ്പുകൾ കൊടുക്കും, പത്രസമ്മേളനം നടത്തും. പിറ്റേ ദിവസം പത്രത്തിൽ വാർത്തയെല്ലാം വരും. ആന പത്രം വായിക്കാത്തത് കൊണ്ട് പിറ്റേ ദിവസം ആന കൂട്ടമായിട്ട് വീണ്ടും വരും. ഒരു നടപടിയിലേക്കും പോകുന്നില്ല. ഇവിടെ തൊട്ടപ്പുറത്ത്, ഇവിടെ നിന്ന് 1 കിലോമീറ്റർ അപ്പുറത്ത് ആറാട്ടുകടവ് ക്ഷേത്രത്തിന്റെ അടുത്തേക്ക് 10ഉം 12ഉം ആനകൾ കൂട്ടമായിട്ടാണ് വന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ പ്ലാന്റേഷനിൽ ചെന്ന് കഴിഞ്ഞാൽ, ഇവിടെ നിന്ന് ഇപ്പൊ പോയാൽ കാണിച്ചു തരാം, ആന കൂട്ടമായിട്ട് അവിടെ നിൽക്കുകയാണ് പ്ലാന്റേഷനിൽ. ഈ മേഖലയിലൊക്കെ ജീവിക്കുന്ന ആളുകൾ ആരാ? അങ്കമാലി പട്ടണത്തിലും എറണാകുളം ടൗണിന്റെ നടുക്കും വസ്തു മേടിച്ച് അവിടെ ജോലി ചെയ്ത് ജീവിക്കാൻ സാമ്പത്തിക ശേഷിയുള്ള ആളുകളല്ല ഈ മലയിടുക്കുകളിൽ വന്ന് താമസിക്കുന്നവർ. പാവപ്പെട്ടവർ, നിർധനരായിട്ടുള്ള ആളുകൾ, പ്ലാന്റേഷനിൽ തുച്ഛമായ കൂലിക്ക് പണിയെടുക്കുന്ന സാധാരണക്കാരായിട്ടുള്ള തൊഴിലാളികൾ. ആ തൊഴിലാളികൾക്ക് നീതി നടത്തിക്കൊടുക്കാൻ, അവരുടെ ജീവൻ സംരക്ഷിക്കുവാനായിട്ട് ഇവിടെ ഒരു ഭരണകൂടമില്ല എന്നുള്ളതാണ് ഇന്ന് നമ്മൾ കാണുന്ന യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. ഇതിന് പരിഹാരമുണ്ടാവണം. ഇതിന് പരിഹാരമുണ്ടാകാൻ സർക്കാർ മീറ്റിംഗ് വിളിച്ച് പ്രഖ്യാപനങ്ങൾ നടത്തിയാൽ പോരാ. ഇവിടെ നടപടികൾ ഉണ്ടാവണം. ഇവിടെ ഫെൻസിങ് നിർമ്മിക്കേണ്ടിടത്ത് ഫെൻസിങ് വേണം, ഡ്രഞ്ച് നിർമ്മിക്കേണ്ടിടത്ത് ഡ്രഞ്ച് വേണം, ആനമതിൽ നിർമ്മിക്കേണ്ടിടത്ത് ആനമതിൽ വേണം, ഹാങ്ങിങ് ഫെൻസിങ് വേണ്ടിടത്ത് ഹാങ്ങിങ് ഫെൻസിങ് വേണം. പണം ചോദിക്കുമ്പോൾ കൈമലർത്തി കാണിക്കുന്ന ഒരു വനം വകുപ്പും ഒരു വനം മന്ത്രിയുമാണ് ഈ നാട്ടിലുള്ളത് എന്ന് പറയാതിരിക്കാൻ തരമില്ല. എത്ര രൂപയാണ് അനുവദിക്കുന്നത്? 1 രൂപ അനുവദിക്കാൻ തയ്യാറാവുന്നുണ്ടോ? 1 രൂപയും അനുവദിക്കാൻ തയ്യാറാവുന്നില്ല. അനുവദിക്കുന്ന തുക പോലും അത് സമയബന്ധിതമായിട്ട് നടപ്പിലാക്കുവാനായിട്ട് ഈ സർക്കാരിന് കഴിയുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നബാർഡിന്റെ പദ്ധതിയിൽ 2023 നബാർഡിന്റെ പദ്ധതിയിൽ 13 കോടി രൂപ ചാലക്കുടി, അതുപോലെ തന്നെ മലയാറ്റൂർ, വാഴച്ചാൽ റേഞ്ചുകളിൽ ഫെൻസിംഗ് സ്ഥാപിക്കുന്നതിന് വേണ്ടി അനുവദിച്ചു. ഏതാണ്ട് 1.5 വർഷമെടുത്തു. 1.5 വർഷമെടുത്ത് അതിന്റെ ടെൻഡർ നടപടികൾ പൂർത്തീകരിക്കാൻ വേണ്ടി ഇപ്പോഴാണ് അത് പൂർത്തീകരിച്ചു വരുന്നത്. ഇത്ര നിഷ്ക്രിയമായിട്ടുള്ള ഒരു ഭരണകൂടം ഇന്ന് കേരളത്തിൽ അധികാരത്തിലിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ ധൈര്യത്തിന് എന്നവണ്ണം വന്യമൃഗങ്ങൾ ഇങ്ങോട്ടേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നിയമത്തിൽ മാറ്റം വരണമെന്ന കാര്യത്തിൽ ആർക്കും തർക്കമില്ല. ഈ വന്യജീവിയെ നിയമത്തിൽ മാറ്റം വരേണ്ടതായിട്ടുണ്ട്. അതിന് നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിൽക്കുകയാണ്. നിയമത്തിൽ മാറ്റം വരണമെന്ന് ആർക്കാ തർക്കമില്ല. ആർക്കാ തർക്കം? മാറ്റം വന്നേ തീരൂ. ബഹുമാന്യനായ പ്രതിപക്ഷ നേതാവ് ഇവിടെ ഇരിക്കുന്നു, മറ്റ് സമുന്നതരായ നേതാക്കൾ ഇവിടെ ഇരിക്കുന്നു. ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, വളരെ ഉത്തരവാദിത്തബോധം മനുഷ്യൻ മുഴുവൻ തമ്മിലുള്ള ബന്ധം പറയുന്നത് അത് വളർത്തുന്നതുമായ ആ മൃഗത്തിന് മനുഷ്യൻ പേടിയുണ്ടാവും. വളരെ
കടന്നു വരികയാണ്. ആദ്യത്തെ ദിവസം ഗുണ്ട് പൊട്ടിക്കും. ഗുണ്ട് പൊട്ടിക്കുമ്പോൾ ആനയൊന്ന് നോക്കിയിട്ട് തിരിച്ചു പോകും. രണ്ടാമത്തെ ദിവസം ഗുണ്ട് അങ്ങോട്ട് എറിയുമ്പം ആന ഇങ്ങോട്ട് വരും. കാരണം ആനയ്ക്കറിയാം ഇത് ഒച്ച മാത്രമേ ഉള്ളൂ, ഒന്നും സംഭവിക്കില്ല. നമ്മളെക്കാൾ ബുദ്ധിയുള്ള ജീവിയാണ്. നാട്ടിലേക്ക് ഇറങ്ങുന്ന വന്യജീവികൾ, കാട്ടുപന്നി നാട്ടിലേക്ക് ഇറങ്ങി വരുന്നു. വെടിവെച്ച് മണ്ണെണ്ണ ഒഴിച്ച് കത്തിച്ച് കളയണം എന്നാ പറയുന്നത്. എന്തിനാണ് മണ്ണെണ്ണ ഒഴിച്ച് കത്തിച്ച് കളയുന്നത്? കഴിഞ്ഞ ദിവസം സണ്ണി ജോസഫ് പറഞ്ഞതുപോലെ ആ കാട്ടുപന്നി, നാട്ടിലിറങ്ങുന്ന കാട്ടുപന്നിയെ ആളുകൾ വെടിവെച്ചാൽ അതിനെ കറി വെച്ച് തിന്നാനുള്ള അവകാശം നാട്ടുകാർക്ക് കൊടുക്കണം. ജനങ്ങൾക്ക് അതിനുള്ള അവകാശമുണ്ട്. കാട്ടിൽ പോയല്ല ആരും വെടിവെക്കുന്നത്. നാട്ടിൽ ജനങ്ങളുടെ, കൃഷിക്കാരുടെ കൃഷി നശിപ്പിക്കുന്ന പന്നിയെ വെടിവെക്കാനുള്ള അവകാശം ഉണ്ടാവണം. ഏത് മൃഗമായാലും നാട്ടിലേക്ക് ഇറങ്ങിയാൽ അതിന് ശരീരത്തിന് വേദന എടുക്കണം. അത് ആനയായാലും ശരി, പുലിയായാലും ശരി, ഏത് വന്യമൃഗമായാലും ശരി, നാട്ടിലേക്ക് ഇറങ്ങുമ്പോൾ മനുഷ്യ ജനവാസ മേഖലയിലേക്ക് കടന്നു വന്നാൽ അതിന്റെ ദേഹത്ത് വേദന എടുക്കുമെന്ന് മൃഗത്തിന് ബോധ്യപ്പെട്ടാൽ മൃഗം വരില്ല. എന്തായാലും ഏത് പാമ്പായാലും. അതുകൊണ്ട് ആ ബോധ്യം ഇല്ലാത്തടത്തോളം കാലം മൃഗങ്ങള് നാട്ടിലേക്ക് ഇറങ്ങാൻ സുരക്ഷിതരാണ്. അവര് ധൈര്യത്തോടു കൂടി കടന്നു വരികയാണ്. ഇവിടെ ജനങ്ങളുടെ വീടിനും ജീവനും സ്വത്തിനും കൃഷിക്കുമെല്ലാം വില പറയുകയാണ്. ഈ സ്ഥിതിക്ക് മാറ്റമുണ്ടാവേണ്ടതായിട്ടുണ്ട്. ഇതിന് മാറ്റമുണ്ടാകാൻ ഈ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും നടപടി ഉണ്ടാകും എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല. ഇത്രയും നാളുകളായി കണ്ണും കെട്ടി നോക്കി നിൽക്കുന്ന ഒരു ഭരണകൂടമാണ്. ഇതിനും മാറ്റമുണ്ടാകണമെങ്കിൽ കേരളത്തിന്റെ മണ്ണിൽ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സർക്കാരിനെ അധികാരത്തിൽ കൊണ്ടുവരാൻ നമുക്ക് സാധിക്കാം. UDF സർക്കാർ അധികാരത്തിൽ വന്നാൽ ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാവും. ഫെൻസിംഗ് വേണ്ടിടത്ത് ഫെൻസിംഗ് ഉണ്ടാവും, ഡ്രഞ്ച് വേണ്ടിടത്ത് ഡ്രഞ്ച് ഉണ്ടാവും, ആനമതിൽ വേണ്ടിടത്ത് ആനമതിൽ ഉണ്ടാവും, ഹാങ്ങിങ് ഫെൻസിംഗ് ഉണ്ടാവും. ഈ വന്യമൃഗങ്ങളെ വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യാനുള്ള ആർജവം വനം വകുപ്പിനുണ്ടാകുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട. ആ ഒരു സന്തോഷവുമായി കൊണ്ടാണ് ഐക്യജനാധിപത്യ മുന്നണി ഈ ജാഥയുമായിട്ട് കടന്നു വന്നിരിക്കുന്നത്. വളരെയേറെ സന്തോഷമുണ്ട്. നിരവധി ആളുകളോട് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞൊരു കാര്യം, എത്ര രാഷ്ട്രീയ മുന്നണികൾ, എത്ര രാഷ്ട്രീയ പാർട്ടികൾ ഏതൊക്കെ തരത്തിലുള്ള യാത്രകൾ നടത്തുന്നു, ജാഥകൾ നടത്തുന്നു. സമീപകാലത്ത് കേരളത്തിന്റെ മണ്ണിൽ മലയോര കർഷകന്റെ ശബ്ദമേറ്റെടുത്തുകൊണ്ട് ഒരു ജാഥ നടത്തുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം ശ്രീ VD സതീശൻ നയിക്കുന്ന ഐക്യജനാധിപത്യ മുന്നണിയാണ് എന്ന് അഭിമാനത്തോടു കൂടിയാണ് ഞങ്ങൾ പറയുന്നത്. അതുകൊണ്ട് ഈ ജാഥയിൽ എത്തിച്ചേർന്ന നിങ്ങളെല്ലാവരെയും, ഇത്രയും വലിയ വിജയമാക്കിയ നിങ്ങളെല്ലാവരെയും ഒരിക്കൽ കൂടി അഭിവാദ്യം ചെയ്തുകൊണ്ട് നിർത്തുന്നു. നിങ്ങൾക്ക് നമസ്കാരം. ജയ് ഹിന്ദ്, ജയ് UDF. കേരള കോൺഗ്രസിന്റെ നേതാവ് ശ്രീ മോൻസ് ജോസഫ് ക്ഷണിക്കുന്നു. ഒരു കാര്യം, നമ്മുടെ ഇല്ലിത്തോട്, മുളങ്കുഴി പ്രദേശങ്ങളിൽ വന്യജീവി ആക്രമണത്തിനിരയായ ദേവസിക്കുട്ടി ചങ്കുരിക്കൽ, സന്തോഷ് ചൂരക്കാടൻ, എൽദോസ് പൂവാങ്കുന്നേൽ, ജോയി PP പറമ്പി, ശശി വടക്കേത്തറ, PC കുഞ്ഞപ്പൻ പൊന്നിടത്തി, ബിജു മുണ്ടക്കൽ ഇല്ലിത്തോട് എന്നിവർ പ്രതിപക്ഷ നേതാവിനെ കണ്ട് നിവേദനം കൊടുക്കുന്നതിനായി എത്തിച്ചേർന്നിട്ടുണ്ട്. തിരക്കിൽപ്പെട്ടിരിക്കുകയാണ്. അവരെ ഒന്ന് കടത്തി വിടണം. നമ്മുടെ ഇല്ലിത്തോടുള്ള MCBS സന്യാസ സമൂഹത്തിലെ ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ് ഇവിടെ നേരത്തെ ഇവിടെ വന്നിരിപ്പുണ്ട്. അവർ ഈ തിക്കും തിരക്കിൽ പെട്ടുപോയി. ആലുവ മുനിസിപ്പൽ ചെയർമാൻ MO ജോണേട്ടനും നമ്മുടെ PJ ജോയിച്ചേട്ടനൊക്കെ അവരെ ആശിച്ചിട്ട് ഇരുത്തുണ്ടായിരുന്നു. ഇപ്പോൾ ശ്രീ മോൻസ് ജോസഫ് അവർ സംസാരിക്കും. നമ്മുടെ ഈ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കുന്ന പ്രിയങ്കരനായ നിയമസഭയിൽ മലയോര കർഷകർക്ക് വേണ്ടി, മലയോര പ്രദേശങ്ങൾക്ക് വേണ്ടി ശക്തമായി പ്രതിപക്ഷ നേതാവിനോടൊപ്പം പടപൊരുതുന്ന പ്രിയപ്പെട്ട ശ്രീ റോജി M. ജോൺ MLA, ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത നമുക്കെല്ലാം പ്രിയപ്പെട്ട ശ്രീ K. മുരളീധരൻ അവറുകളെ, ഈ ജാഥയ്ക്ക് നേതൃത്വം നൽകി മലയാറ്റൂരിൽ എത്തിച്ചേർന്നിരിക്കുന്ന കേരളത്തിന്റെ പ്രിയപ്പെട്ട പ്രതിപക്ഷ നേതാവ് ശ്രീ VD സതീശൻ, UDFന്റെ സംസ്ഥാന കൺവീനർ ബഹുമാനനായ ശ്രീ MM ഹസൻ, ശ്രീ ബെന്നി ബെഹനാൻ MP ഉൾപ്പെടെയുള്ള ഐക്യജനാധിപത്യ മുന്നണിയുടെ സമുന്നതരായ നേതാക്കന്മാരെ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് ശ്രീ VD സതീശന്റെ നേതൃത്വത്തിൽ കേരള നിയമസഭയിൽ നിരന്തരമായി UDF MLA-മാർ ജനങ്ങൾക്ക് വേണ്ടി, മലയോര മേഖലയ്ക്ക് വേണ്ടി പോരാട്ടങ്ങളുടെ പാതയിലായിരുന്നു. കണ്ണു തുറക്കാത്ത, കേരളത്തിന്റെ ജനവികാരത്തെ മാനിക്കാത്ത ഇടതുപക്ഷ സർക്കാർ എല്ലാ വിഭാഗം ജനങ്ങളെയും വഞ്ചിച്ചുകൊണ്ട്
9 വർഷം ഇടതുപക്ഷത്തിന്റെ ഭരണം കേരളത്തിൽ ഭരിച്ചു മുടിച്ച് നാട് തകർന്നു നിൽക്കുമ്പോഴാണ് ഇപ്പോൾ വന്യജീവി അക്രമം കൂടി നമ്മുടെ നാടിനെ വേട്ടയാടുന്നത്. ആയിരക്കണക്കിന് ആളുകൾ മരിച്ചു വീണിട്ടും 10,000-കണക്കിന് ആളുകൾ രോഗാവസ്ഥയിലായി അപകടാവസ്ഥയിലായിട്ടും ജനങ്ങൾക്ക് നീതിയും രക്ഷയും കൊടുക്കേണ്ട, ജനങ്ങൾക്ക് സുരക്ഷ ഉറപ്പാക്കേണ്ട, ജനജീവിതത്തെ സംരക്ഷിക്കേണ്ട ഇടതുപക്ഷ സർക്കാരിന്റെ ഈ നിഷേധാത്മക നിലപാടിനെതിരായി നിയമസഭയിൽ നടത്തുന്ന പോരാട്ടങ്ങൾക്ക് കരുത്ത് പകർന്നുകൊണ്ട് പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശന്റെ നേതൃത്വത്തിൽ കേരളമൊട്ടാകെ മലയോര മക്കൾക്ക് വേണ്ടി ശക്തമായ കരുത്തുറ്റ ഒരു സമരപരിപാടിക്ക് നേതൃത്വം നൽകുവാൻ UDF തീരുമാനിച്ചു. അതിന്റെ ഭാഗമായിട്ടാണ് ഈ ജാഥ ഇവിടെ എത്തിയിരിക്കുന്നത്. സമരയാത്രയ്ക്ക് നേതൃത്വം നൽകുന്ന പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉൾപ്പെടെ UDFന്റെ സമുന്നത നേതാക്കൾ ഇവിടെ നിങ്ങളോട് സംസാരിക്കാനിരിക്കുന്നു എന്നുള്ളതുകൊണ്ട് ദീർഘമായ പ്രസംഗം ജാഥാംഗങ്ങൾ നടത്തുന്നത് ഉചിതമല്ലാത്തതുകൊണ്ട് ഞങ്ങൾ ദീർഘിപ്പിക്കുന്നില്ല. കേരള കോൺഗ്രസ് പാർട്ടിയുടെ ആദരണീയനായ ചെയർമാൻ ശ്രീ PJ ജോസഫ് സാർ നേതൃത്വം നൽകുന്ന പാർട്ടി സംസ്ഥാന കമ്മിറ്റിക്ക് വേണ്ടി ഈ മലയോര സമരജാഥയ്ക്ക് അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് പ്രതിപക്ഷ നേതാവിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഈ പോരാട്ടം കേരളമൊട്ടാകെ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകാൻ നിങ്ങളുടെ എല്ലാവരുടെയും അനുഗ്രഹാശിസുകളും പിന്തുണയും ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് എന്റെ ചുരുങ്ങിയ വാക്കുകൾ ഉപസംഹരിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ബഹുമാനപ്പെട്ട ശ്രീ അനൂപ് ജേക്കബ്, കേരള കോൺഗ്രസ് പാർട്ടി ലീഡർ. യോഗത്തിൻ്റെ അധ്യക്ഷൻ പ്രിയപ്പെട്ട റോജി, സമ്മേളനം ഉദ്ഘാടനം ചെയ്ത ബഹുമാനപ്പെട്ട ശ്രീ K മുരളീധരൻ അവர்கள், UDFന്റെ കൺവീനർ അടക്കം ബഹുമാനരായ നേതാക്കളെ, സഹപ്രവർത്തകരെ, കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് നയിക്കുന്ന മലയോര സമരജാഥ ഇന്ന് മലയാറ്റൂരിലെ ഈ പ്രദേശത്ത് എത്തിച്ചേരുമ്പോൾ തീർച്ചയായിട്ടും ഒരു ജനതയുടെ വികാരത്തെ നെഞ്ചിലേറ്റിക്കൊണ്ടാണ് കടന്നു വരുന്നത്. കണ്ണൂരിൽ നിന്ന് ആരംഭിച്ച് മലയോര പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ച് അതിനെടുത്തു പറയാൻ ആഗ്രഹിക്കുന്നു. അനവധി ജാഥകൾ കടന്നു വന്നിട്ടുണ്ടെങ്കിലും മലയോര പ്രദേശങ്ങളിലെ ജനങ്ങളുടെ ആശങ്കയെ മുൻനിർത്തി അവരുടെ പ്രതിഷേധത്തെ നെഞ്ചിലേറ്റിക്കൊണ്ടാണ് ഒരു ജാഥ ആദ്യമായ ഒരു പക്ഷേ രാഷ്ട്രീയ കേരളത്തിൻ്റെ ചരിത്രത്തിൽ വരുന്നത്. അത് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിൻ്റെ നേതൃത്വത്തിലാണ് എന്നത്. സ്നേഹിതരെ, ഇന്ന് കേരളം ഈ ഒരു മേഖലയെ നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ സ്ഫോടനാത്മകമായ ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ജനജീവിതം എല്ലാ അർത്ഥത്തിലും ദുസ്സഹമായിക്കൊണ്ട് ഭയാനകമായ ജീവിത സാഹചര്യങ്ങൾ ഇന്ന് ഓരോ കുടുംബങ്ങൾ 30 ലക്ഷത്തിൽ അടുത്തു വരുന്ന ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന മലയോര പ്രദേശങ്ങളിലെ ജനങ്ങൾ ഇന്ന് നീങ്ങുകയാണ്. ആ ഭീതി അവസാനിപ്പിക്കുവാൻ കഴിയണം. ജനങ്ങൾക്ക് സുരക്ഷിതമായി മുമ്പോട്ട് പോകാൻ കഴിയണം. ഇവിടെ പ്രതിപാദിച്ചതുപോലെ ജീവിക്കുവാനുള്ള അവകാശം ഭരണഘടന നമുക്ക് ഉറപ്പ് നൽകുന്നതാണ്. ഭയരഹിതമായി മാന്യമായി ഈ ഭൂമിയിൽ ജീവിക്കുവാനുള്ള അവകാശം, ഈ മണ്ണിൽ ജീവിക്കുവാനുള്ള അവകാശം, അത് ഉറപ്പുവരുത്തേണ്ടത് സർക്കാരാണ്, സ്റ്റേറ്റാണ്. അതിൽ ഈ സർക്കാർ സമ്പൂർണമായും പരിപൂർണമായും പരാജയപ്പെട്ടിരിക്കുന്നു എന്നതാണ്. സ്നേഹിതരെ, 2016 മുതൽ ഈ കഴിഞ്ഞ 2024 6-ാം മാസം വരെയുള്ള കണക്കനുസരിച്ച്, ഗവൺമെന്റ് ഔദ്യോഗികമായി നൽകിയ കണക്കനുസരിച്ച് 1000-ത്തിനടുത്ത് ആൾക്കാരാണ് കൊല്ലപ്പെട്ടിട്ടുള്ളത് വന്യജീവി ആക്രമണങ്ങളിൽ. 5000-ത്തിലധികം നാൽക്കാലികൾ കൊല്ലപ്പെട്ടിരിക്കുന്നു. 8000-ത്തിൽ പരം ജനങ്ങൾ ഗുരുതരമായി പരിക്കേറ്റിരിക്കുന്നു. എണ്ണത്തിൽ അല്ലെങ്കിൽ അറിയപ്പെടാതെ പോകുന്നവർ മറ്റൊരു ഭാഗത്ത്. ഹെക്ടർ കണക്കിന് കൃഷിനാശം, 10,000-കണക്കിന് കോടി രൂപയുടെ കൃഷിനാശം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു ഹെക്ടർ കണക്കിന് ഭൂപ്രദേശങ്ങളിൽ. ഇന്ന് ഈ ഒരു അർത്ഥത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എന്ത് നടപടി, ഈ ഗവൺമെന്റ് അതിന്റെ 10ാമത്തെ അവസാന വർഷത്തിലേക്ക് കടക്കുകയാണ്. ഇത്രയും വർഷം നമ്മൾ പരിശോധിച്ചു കഴിയുമ്പോൾ എന്ത് ക്രിയാത്മകമായ സമീപനം, നടപടി ഗവൺമെന്റ് സ്വീകരിച്ചിട്ടുണ്ട് ഈ വിഷയത്തെ പരിഹരിക്കുവാനായിട്ട്? ഒന്നുമില്ല എന്നുള്ളതാണ്. ഇവിടെ അധ്യക്ഷൻ സൂചിപ്പിച്ചതുപോലെ മയക്കുവെടിയേറ്റതിനേക്കാൾ കഷ്ടമായിട്ട് നിൽക്കുന്ന ഒരു വനം മന്ത്രിയെ മാത്രമാണ് നമുക്ക് കാണാൻ കഴിയും. എന്താണ് ഇതിന്റെ അവസ്ഥ എന്നത്, എന്താണ് ഗ്രൗണ്ട് റിയാലിറ്റി എന്നത് അദ്ദേഹത്തിന് ഇപ്പോഴും മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇന്ന് ഈ ഗവൺമെന്റ് നിയമസഭയിൽ കൊണ്ടുവരുവാനിരുന്ന നിയമനിർമ്മാണത്തെ ശക്തമായി എതിർക്കുവാൻ കഴിഞ്ഞത് പ്രിയപ്പെട്ട പ്രതിപക്ഷ നേതാവിന്റെ നേതൃത്വത്തിലാണ് എന്നുള്ളതാണ്. ഈ ജാഥ തുടക്കം കുറിച്ചപ്പോൾ തന്നെ അതിൽ നിന്ന് പിൻവാങ്ങുവാൻ സർക്കാർ നിർബന്ധിതമായി എന്നുള്ളതാണ്. സ്നേഹിതരെ, ഒരു സംശയവുമില്ല, UDF ഉറപ്പു നൽകുന്നത് മലയോര ജനതയുടെ സുരക്ഷിതമായ ജീവിതമാണ്, സുരക്ഷിതമായ ജീവിത സാഹചര്യങ്ങൾ ഉണ്ടാവുമെന്നുള്ളതാണ്. കുടിയേറ്റമുണ്ടായിരുന്ന ഒരു കാലത്ത് നിന്ന് കുടിയിറക്കമല്ല, മറിച്ച് സുരക്ഷിതമായ ജീവിതം നമ്മുടെ മണ്ണിൽ ഉണ്ടാവുമെന്ന ഉറപ്പാണ് UDF ഈ മലയോര സമരജാഥയിലൂടെ മുമ്പോട്ട് വെക്കുന്നത്. ഈ ജാഥ വിജയിപ്പിക്കുവാൻ കടന്നു വന്ന പ്രിയപ്പെട്ട എല്ലാ സഹപ്രവർത്തകരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ എളിയ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം.
നമുക്കൊക്കെ പ്രിയങ്കരനായ ചാലക്കുടിയുടെ MP ശ്രീ ബെന്നി ബെഹനാൻ അവർ. ഞാൻ എല്ലാവരുടെയും പേര് ആവർത്തിക്കുന്നില്ല. പ്രതിപക്ഷ നേതാവിൻ്റെ നേതൃത്വത്തിൽ വന്ന ജാഥ ശ്രീ മുരളി ഉദ്ഘാടനം ചെയ്തു. എല്ലാ സംസ്ഥാന പ്രതിപക്ഷ നേതാക്കന്മാരും ജനപ്രതിനിധികളിൽ പങ്കെടുത്തു. ഈ സദസ്സ് ഒന്ന് തെളിയിക്കുന്നു ഈ ജാഥയുടെ പ്രസക്തി. ജനങ്ങൾ ഈ ജാഥയെ എങ്ങനെ വരവേൽക്കുന്നു എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഇവിടെ തടിച്ചുകൂടിയ ജനം. ഇത് മലയാറ്റൂരാണ്. ഒരുപക്ഷെ മലയാറ്റൂർ പള്ളി പെരുന്നാളിന് കൂടുന്നത് ആൾ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ മലയാറ്റൂരിൽ ആളുകൾ സംഘടിച്ചിരിക്കുന്നത് ഈ ജാഥയെ വരവേൽക്കാൻ വേണ്ടിയാണ്. അതിൻ്റെ കാരണം ഈ ജാഥ ഏറ്റെടുത്തിരിക്കുന്ന വിഷയത്തിൻ്റെ പ്രസക്തിയാണ്, അതിൻ്റെ പ്രാധാന്യമാണ്. ഞങ്ങൾ ബഹുമാന്യരായ പ്രതിപക്ഷ നേതാവിനോടും UDF നേതാക്കന്മാരോടും ഞങ്ങൾ നന്ദി രേഖപ്പെടുത്തുന്നു. കാരണം മലയോരത്തെ ജനങ്ങൾ ഭയവികുലരായി കഴിയുന്നു. കണക്കുകളിലൂടെ സൂചിപ്പിച്ചു, 10 വർഷത്തിനുള്ളിൽ മരിച്ചവർ 1000 പേർ, കൃഷിനാശം സംഭവിച്ചത് കോടിക്കണക്കിന് രൂപയുടെ. മലയോര മേഖല ആകെ കലുഷിതമാണ്, പ്രയാസമാണ്, ബുദ്ധിമുട്ടാണ്, നെടുവീർപ്പിട്ട് കഴിയുന്നു. പ്രയാസങ്ങളുടെയും കഷ്ടപ്പാടുകളുടെയും നടുവിൽ നെടുവീർപ്പിട്ട് നട്ടം തിരിയുന്ന മലയോര കർഷകർക്ക് ആത്മവിശ്വാസം പകർന്നു കൊടുക്കാൻ ഈ ജാഥ കൊണ്ട് കഴിഞ്ഞു എന്നതാണ് ഈ ജാഥയുടെ ഏറ്റവും വലിയ നേട്ടം. നമ്മളുടെ ഈ പരിസര പ്രദേശത്തും റോജി സൂചിപ്പിച്ചതുപോലെ വന്യമൃഗങ്ങൾ കടന്നു വരുന്നുണ്ട്, വന്യമൃഗങ്ങളുടെ ആക്രമണങ്ങളുണ്ട്. അതിനിരയായവരുടെ ആളുകൾ ഇവിടെ അണിനിരന്നിട്ടുണ്ട്. അങ്ങനെ വന്യമൃഗങ്ങളെ പേടിച്ച് കഴിയുന്ന ഈ നാട്ടിലെ ജനങ്ങൾക്ക് ഗവൺമെന്റ് ഇല്ല, ഭരണകൂടങ്ങളില്ല, സംവിധാനങ്ങളില്ലാതെ വന്നപ്പോൾ അവരുടെ പ്രയാസങ്ങൾ, പ്രശ്നങ്ങൾ ഏറ്റെടുക്കാൻ കേരളത്തിലെ ഐക്യജനാധിപത്യ മുന്നണി ഞങ്ങളോടൊപ്പം ഉണ്ട് എന്ന തോന്നലാണ് ഈ വന്യമൃഗങ്ങളുടെ അക്രമത്തെ അതിജീവിക്കാൻ നമ്മുടെ മനസ്സിൽ കരുത്ത് പകരുന്നത്. ആ കരുത്ത് പകർന്നതിട്ടെന്ന UDF നേതാക്കന്മാരെ ഞാൻ അഭിവാദ്യം ചെയ്യുകയാണ്. ഞാൻ മറ്റു കണക്കിലേക്കൊന്നും പോകുന്നില്ല. ഈ ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷം പ്രഖ്യാപിച്ച ഇനങ്ങൾ ഇവിടെ നടപ്പാക്കിയിട്ടില്ല. ഗവൺമെന്റ് മാറ്റിവെച്ച തുക വളരെ തുച്ഛമാണ് ആവശ്യങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ. ഞാൻ ഇന്ന് രാവിലെ ചാലക്കുടിയിൽ പറഞ്ഞത് വീണ്ടും ആവർത്തിക്കുന്നു. നമ്മുടെ മലയാറ്റൂർ ഡിവിഷനിൽ, നമ്മുടെ ചാലക്കുടി ഡിവിഷനിൽ, നമ്മുടെ വാഴച്ചാൽ ഡിവിഷനിൽ ആനകൾ കടന്നു വരുമ്പോൾ, വന്യമൃഗങ്ങൾ കടന്നു വരുമ്പോൾ അതിനെ തടയുന്നതിന് വേണ്ടി, ഫെൻസിംഗ് ഇടുന്നതിന് വേണ്ടി നബാർഡിന്റെ സഹായം കൊടുത്തു 13.5 കോടി രൂപ. പ്രിയപ്പെട്ടവരെ, അതിൻ്റെ ടെൻഡർ നടപടി പോലും തുടങ്ങി വെക്കാൻ ഈ ഗവൺമെന്റ് കഴിഞ്ഞിട്ടില്ല. ഇവിടെ പ്രദേശത്ത് ആദിവാസി സുഹൃത്തുക്കളുണ്ട്, മലയോരത്ത് താമസിക്കുന്ന ആളുകളുണ്ട്. അങ്ങനെ ആ മലയോരത്ത് താമസിക്കുന്ന ആദിവാസി കുടിലുകൾക്കും പാവപ്പെട്ട ജനങ്ങൾക്കും സംരക്ഷണം നൽകുന്നതിന് വേണ്ടിയാണ് നബാർഡ് പണം കൊടുത്തതെങ്കിൽ ആ പണം പോലും ലാപ്സാക്കിയ സംസ്ഥാന ഗവൺമെന്റിന്റെ നടപടിയെ പ്രതിഷേധിക്കുക മാത്രമല്ല, ഇവിടെ നിൽക്കുന്ന പ്രതിപക്ഷ നേതാവിന്റെയും അതുപോലെ മറ്റ് നേതാക്കന്മാരുടെയും സാന്നിധ്യത്തിൽ പറയുന്നു, ഈ പ്രദേശത്ത് ഏറ്റവും കൂടുതൽ ST ട്രൈബ്സ് വിഭാഗം ആദിവാസികൾ താമസിക്കുന്നത് നമ്മുടെ വേങ്ങൂരടുത്തുള്ള നമ്മുടെ ഒരു കോളനിയിലാണ്, പോങ്ങഞ്ചോട് കോളനിയിലാണ്. ഞാൻ അഭിമാനത്തോടു കൂടി പറയുന്നു, ഗവൺമെന്റ് നിഷ്ക്രിയമായി നിൽക്കുമ്പോൾ പോങ്ങഞ്ചോട് കോളനിയിൽ ഫെൻസിംഗ് ഏർപ്പെടുത്തുന്നതിന് വേണ്ടി എന്റെ MP ഫണ്ടിൽ നിന്നും 40 ലക്ഷം രൂപ അനുവദിച്ചതായി നിങ്ങളുടെ സാന്നിധ്യത്തിൽ ഞാൻ പ്രഖ്യാപിക്കാൻ ആഗ്രഹിക്കുന്നു. പ്രിയപ്പെട്ടവരെ, അതൊരു പ്രതിഷേധം കൂടിയാണ്. ഒരു ഗവൺമെന്റ് നിഷ്ക്രിയമായി നിൽക്കുമ്പോൾ ഞങ്ങൾക്ക് ചെയ്യാവുന്നത്, ജനപ്രതിനിധികൾക്ക് ചെയ്യാവുന്നത് ചെയ്തു എന്ന സംതൃപ്തിയുണ്ട്. എന്റെ ബഹുമാന്യ സ്നേഹിതൻ ശ്രീ റോജി M. ജോൺ, അപ്പുറത്ത് ഞങ്ങൾ പോയപ്പോൾ എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് പ്രിയങ്കരനായ ശ്രീ സനീഷ് കുമാർ, പെരുമ്പാവൂർ MLA പ്രിയങ്കരനായ നമ്മുടെ എൽദോസ് കുന്നപ്പള്ളി തുടങ്ങിയ ജനപ്രതികൾ അവരുടെ കഴിവിന്റെ പരമാവധി ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പക്ഷെ ഗവൺമെന്റ് അനങ്ങുന്നില്ല, ഗവൺമെന്റ് പാവപ്പെട്ടവരെ സഹായിക്കുന്നില്ല. വന്യമൃഗങ്ങളുടെ അക്രമമേറ്റ് മരണപ്പെടുന്ന പാവപ്പെട്ട ജനങ്ങളുടെ വീടുകളിൽ പോയി ഒന്ന് അനുശോചനം രേഖപ്പെടുത്താനുള്ള സാമാന്യ നീതിബോധമെങ്കിലും പ്രകടിപ്പിക്കാൻ കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രി തയ്യാറില്ല. അതുകൊണ്ട് നമ്മൾ ഒറ്റക്കെട്ടായി നിൽക്കണം. ശാസ്ത്രീയമായ നടപടികളില്ല. നമ്മുടെ തൊട്ടടുത്ത സംസ്ഥാനമാണ് തമിഴ്നാട്. നമ്മുടെ തൊട്ടടുത്താണ് ഈ ചാലക്കുടി പാർലമെന്റ് നിയോജകമണ്ഡലത്തിന്റെ തൊട്ടടുത്താണ് മനക്കപ്പാറ.
അതിരപ്പള്ളി കഴിഞ്ഞാൽ. പ്രിയപ്പെട്ടവരെ, അവിടെ തമിഴ്നാട് ഗവൺമെന്റ് അവിടെ നടപടികൾ സ്വീകരിക്കുന്നു. തമിഴ്നാട് ഗവൺമെന്റിന്റെ അതിർത്തിയിൽ വന്യമൃഗങ്ങൾ കടന്നു വരാതെ ജനങ്ങളെ രക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ തമിഴ്നാട് ഗവൺമെന്റ് സ്വീകരിക്കുമ്പോൾ എന്തുകൊണ്ട് ഇവിടെ ചെയ്യുന്നില്ല? ഏതെങ്കിലും ശാസ്ത്രീയമായ നടപടിയുണ്ടോ? നമുക്കറിയാം, ഇന്നലെ ബഹുമാനായ പ്രതിപക്ഷ നേതാവും പ്രതിപക്ഷ നേതാക്കന്മാരും വയനാട് ചെന്നപ്പോൾ കടുവയുടെ കടിയേറ്റ് മരിച്ചുപോയ സഹോദരിയുടെ വീട്ടിൽ ചെന്നു. അവിടുത്തെ സ്ഥിതി എന്താ? അവിടെ ഒരു കടുവ സംരക്ഷണ കേന്ദ്രമുണ്ട്. അതിന് ചില ശാസ്ത്രീയ നടപടികളുണ്ട്. 20 സ്ക്വയർ കിലോമീറ്റർ വേണം ഒരു കടുവയുടെ വ്യാപനം നടത്താൻ. ആകെക്കൂടി ആ കടുവ സങ്കേതത്തിനുള്ളത് 344 സ്ക്വയർ കിലോമീറ്റർ ആണ്. ഔദ്യോഗിക കണക്കനുസരിച്ച് അവിടെ പാർക്കാൻ കഴിയുന്നത് 20 കടുവകൾക്ക് മാത്രമാണ്. പക്ഷേ സർക്കാരിന്റെ കണക്കിൽ അവിടെ 154 കടുവകൾ ഉണ്ടെന്നാണ് പറയുന്നത്. എങ്ങനെയാണ് വന്യമൃഗങ്ങൾ ജനങ്ങളെ ആക്രമിക്കുന്നത്? എന്ത് ശാസ്ത്രീയ ബോധമാണ് ഇവർക്കുള്ളത്? എന്ത് നടപടിയാണ് ഇവർക്കുള്ളത്? അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ ഗവൺമെന്റിന്റെ അനാസ്ഥക്കെതിരെ, ഈ ഗവൺമെന്റിന്റെ നിഷ്ക്രിയത്വത്തിനെതിരെ, ഈ ഗവൺമെന്റിന്റെ തെറ്റായ നയങ്ങൾക്കെതിരെ മലയോര മേഖലയിൽ കഴിയുന്ന 30 ലക്ഷം വരുന്ന പാവപ്പെട്ട ജനങ്ങളുടെ പ്രയാസങ്ങളും അവരുടെ കഷ്ടപ്പാടും മനസ്സിലാക്കി നമ്മൾ ഏറ്റെടുക്കാൻ പോകുന്ന ഒരു ദൗത്യമാണിത്. ഞാൻ ഒരിക്കൽ കൂടി ആവർത്തിക്കുന്നു, ഇതിന് വേറെ രാഷ്ട്രീയമില്ല. കാലികമായ രാഷ്ട്രീയ സാഹചര്യങ്ങളെ വിലയിരുത്തി ആരോപണങ്ങളോ ആക്ഷേപങ്ങളോ പറയാൻ ഈ അവസരം ഞങ്ങൾ മുതിരുന്നില്ലെങ്കിലും ഈ മലയോര ജാഥയുടെ രാഷ്ട്രീയം മറ്റൊരു രാഷ്ട്രീയമല്ല. അത് പാവപ്പെട്ടവന്റെ കർഷകന്റെ രാഷ്ട്രീയമാണ്, അവരുടെ വേദനയുടെ രാഷ്ട്രീയമാണ്, അവരുടെ പ്രയാസങ്ങളുടെ രാഷ്ട്രീയമാണ്. ആ രാഷ്ട്രീയത്തെ ഉയർത്തിപ്പിടിക്കാൻ ഐക്യജനാധിപത്യ മുന്നണി സംയോജിതമായി തീരുമാനമെടുത്തിരിക്കുന്നു. ആ സംയോജിതമായി തീരുമാനമെടുത്ത ഐക്യജനാധിപത്യ മുന്നണിയുടെ നേതാക്കന്മാർ ഇവിടെ കടന്നു വന്നപ്പോൾ വീരോചിതമായി സ്വീകരണം എന്നീ വാക്ക് ഞാൻ ഉപയോഗിക്കുന്നില്ല. ജനപങ്കാളിത്തത്തോടുകൂടി നിങ്ങൾ ഏറ്റെടുക്കുന്ന ഈ ഉദ്യമത്തിന്റെ പിന്നിൽ ശക്തമായി ഈ നാട്ടിലെ സാധാരണക്കാരായ ജനങ്ങൾ ഉണ്ടെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട്, നിങ്ങളിൽ വിശ്വാസമർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ മുന്നോട്ട് പോകുമെന്ന് വീണ്ടും ആവർത്തിച്ചുകൊണ്ട് നിങ്ങൾക്ക് അഭിവാദ്യങ്ങൾ നേർന്നുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് നമസ്കാരം. ജയ് ഹിന്ദ്. UDFന്റെ സംസ്ഥാന കൺവീനർ, നമുക്കൊക്കെ പ്രിയപ്പെട്ട ശ്രീ എം ഹസൻ അവർകളെ ഇപ്പോൾ ഈ മഹാസമ്മേളനത്തെ അഭിസംബോധനയായി ക്ഷണിക്കുന്നു. കോതമംഗലത്ത് വിളി തുടങ്ങി. കോതമംഗലത്ത് വിളി തുടങ്ങിയത് ഈ യോഗത്തിന്റെ അധ്യക്ഷൻ പ്രിയങ്കരനായ നിങ്ങളുടെ MLA ശ്രീ റോജി ജോൺ, മലയോര സമരയാത്രയുടെ നായകൻ, ഐക്യജനാധിപത്യ മുന്നണിയുടെ നായകനായ കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് ശ്രീ VD സതീശൻ, ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത പ്രിയങ്കരനായ ശ്രീ K മുരളീധരൻ, ഈ നിയോജക മണ്ഡലത്തിൻ്റെ പ്രിയപ്പെട്ട പാർലമെന്റ് അംഗം ശ്രീ ബെന്നി ബെഹനാൻ, UDFന്റെ പ്രധാന നേതാക്കൾ, കക്ഷി നേതാക്കളായ ശ്രീ മോൻസ് ജോസഫ് MLA, അഡ്വക്കേറ്റ് ഷാ, ശ്രീ ദേവരാജൻ, ശ്രീ അനൂപ് ജേക്കബ് MLA, ശ്രീ അഡ്വക്കേറ്റ് രാജൻ ബാബു, ശ്രീ രാജേന്ദ്രൻ വെള്ളപ്പാലത്ത്, ശ്രീ ജോമോൻ, പ്രിയങ്കരായ മറ്റ് MLA-മാരെ, കോൺഗ്രസ് നേതാക്കളെ, ഘടകകക്ഷി നേതാക്കളെ, പ്രിയമുള്ള സഹോദരിമാരെ, സഹപ്രവർത്തകരെ, സുഹൃത്തുക്കളെ, 25-ാം തീയതി ആരംഭിച്ച ഈ മലയോര സമരയാത്ര ഇന്ന് രാവിലെ ആതിരപ്പള്ളിയിൽ നിന്ന് ആരംഭിച്ചത് ഇവിടെ എത്തിയിരിക്കുകയാണ്. വൈകുന്നേരം ഇത് കോതമംഗലത്താണ് ഇന്ന് സമാപിക്കുന്നത്. നാളെ ഇടുക്കി ജില്ലയിലാണ് ഈ സമരയാത്ര പര്യടനം നടത്തുന്നത്. തുടക്കം മുതൽ ഈ യാത്രയിലുടനീളം സഞ്ചരിക്കുന്ന പ്രതിപക്ഷ നേതാവ്, അദ്ദേഹത്തിന്
ദീർഘമായ പ്രസംഗങ്ങൾ നടത്തി തൊണ്ടവേദനയാണ്, കലശലായ തൊണ്ടവേദന. ഇപ്പം ഏതാണ്ട് ശബ്ദം പോയി. അതുകൊണ്ട് തന്നെ ആതിരപ്പള്ളിയിൽ വെച്ച് അദ്ദേഹം പറഞ്ഞു, ഇവിടെ എന്നോട് ഇപ്പോഴും ആവർത്തിച്ചു, എനിക്ക് പറയാനുള്ളതെല്ലാം നിങ്ങൾ പറയണം. അപ്പം ഞാൻ ഒരു ഭേദഗതി പറഞ്ഞു, നിങ്ങൾക്ക് പറയാനുള്ളതെല്ലാം ഞാൻ എൻ്റെ ശബ്ദത്തിൽ പറയും. കാരണം ഈ രണ്ട് ശബ്ദവും നിങ്ങൾ കേട്ടിട്ടുള്ളവരാണ്. അത് വളരെ എന്താണ്, കിളിനാദം പോലെ വളരെ മധുരമായൊരു ശബ്ദം. എന്നതോ പാറപ്പുറത്ത് ചിരട്ടയിട്ട് ഉരച്ചാൽ ഉണ്ടാവുന്ന ശബ്ദം പോലെ ഘോര ശബ്ദം. അപ്പൊ അദ്ദേഹം പറഞ്ഞു, താങ്കളുടെ ശബ്ദത്തിൽ പറഞ്ഞാൽ മതി, CD സതീശന്റെ ശബ്ദത്തിൽ പറയാൻ എനിക്കിപ്പോൾ കഴിയില്ല. അങ്ങനെ ഞാൻ സംസാരിച്ചിരുന്നൊരു കാലം ഉണ്ടായിരുന്നു. ഞങ്ങൾ രണ്ടുപേരും കോളേജ് വിദ്യാർത്ഥിയായിരിക്കുന്ന കാലത്ത് ഞാൻ ഓർക്കുകയാണ്, എല്ലാ പ്രസംഗ മത്സരങ്ങളിലും സമ്മാനം നേടിയിട്ടുള്ള ആളാണ്. ശ്രീ സതീശൻ എൻ്റെ പിൻഗാമിയായി എല്ലാ മത്സരങ്ങളിലും ഒന്നാം സമ്മാനം നേടി. അപ്പം എനിക്ക് ഈ 10-15 വയസ്സിൽ തുടങ്ങിയ പ്രസംഗമാണ്. അപ്പം ഞാൻ രാവിലെ പറഞ്ഞത് ഇവിടെ ആവർത്തിക്കുകയാണ്. ഏതുപകരണവും കാലപ്പഴക്കം വരുമ്പോൾ അതിന് ചില തേയ്മാനങ്ങൾ സംഭവിക്കില്ലേ? അതുകൊണ്ട് അതുപോലെ എൻ്റെ ശബ്ദത്തിനും ഈ ഒരു ഗാംഭീര്യമോ ഖനമോ ഉണ്ടായി പോയതാണ്. ശ്രീ VD സതീശൻ ഈ നയിക്കുന്ന ഈ ജാഥ നമ്മൾ പ്രഖ്യാപിച്ചപ്പോൾ തന്നെ ഇവിടെ വന്യമൃഗങ്ങളുടെ ആക്രമണത്തിൽ നിന്ന് മലയോര ജനത അനുഭവിക്കുന്ന പ്രയാസങ്ങളെക്കുറിച്ച് എല്ലാ നേതാക്കളും പ്രസംഗിച്ചു. ഞാൻ ആവർത്തിക്കുന്നില്ല. ബെന്നി ബെഹനാൻ കണക്ക് പറഞ്ഞു. 2016 പിണറായി സർക്കാർ അധികാരത്തിൽ വന്ന് നാളിതുവരെ 1000-ലധികം ആളുകളാണ് വന്യമൃഗ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. ഇവിടെ LDF സർക്കാർ അധികാരത്തിൽ വരുന്നതിന് മുമ്പ് UDF സർക്കാർ അധികാരത്തിലുണ്ടായിരുന്നല്ലോ. ഉമ്മൻചാണ്ടിയുടെ ഭരണകാലത്ത് ഇതുപോലെ ഇത്രയധികം വന്യമൃഗ ആക്രമണങ്ങളിൽ ആളുകൾ കൊല്ലപ്പെട്ടിട്ടുണ്ടോ? ഞങ്ങൾ ഈ യാത്രയിൽ കടന്നു വരുമ്പോൾ കണ്ണൂരിലെ ആറളത്ത് പോയപ്പോൾ അവിടുത്തെ MLA പറഞ്ഞു, ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ അവിടെ ആനയുടെ വരവിനെ തടയാൻ ആന മതിലുകൾ കെട്ടി. ഇവിടെ പറഞ്ഞു പ്രതിരോധ മാർഗങ്ങൾ, ട്രഞ്ചുകൾ കുഴിച്ചു, ഇലക്ട്രിക് ഫെൻസിങ് ഏർപ്പെടുത്തി. ആധുനികമായി ഒരുപാട് ഈ ശാസ്ത്ര സാങ്കേതിക വിദ്യ പുരോഗമിച്ച കാലത്ത് ഇതിനെ പ്രതിരോധിക്കാനുള്ള സംവിധാനങ്ങളുണ്ട്. ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും വനപ്രദേശങ്ങളിൽ അതുണ്ട്. ലോക രാജ്യങ്ങളിൽ പലയിടത്തും വിദേശ രാഷ്ട്രീയങ്ങളിൽ അതുണ്ട്. പക്ഷേ ഈ 8 വർഷമായി അതൊന്നും ഇവിടെ ഫലപ്രദമായി നടപ്പിലാക്കിയിട്ടില്ല. വനം വകുപ്പിന് വെച്ചിട്ടുള്ള ബജറ്റ് വിഹിതത്തിൽ നിന്ന് തന്നെ ഈ വന്യമൃഗങ്ങളെ അവരുടെ ആക്രമണത്തിൽ നിന്ന് പ്രതിരോധിക്കാൻ എടുക്കേണ്ട മുൻകരുതൽ നടപടികൾക്ക് ഒരു പൈസ പോലും ചെലവാക്കിയിട്ടില്ല. അടുത്ത കാലത്ത് ഈ വന്യമൃഗ ആക്രമണങ്ങളിലൂടെ ആളുകളുടെ ഈ കൊല ചെയ്യപ്പെട്ട ആളുകളുടെ എണ്ണം കൂടിയപ്പോൾ ആ ഘട്ടത്തിലാണ് വാസ്തവത്തിൽ ഈ സർക്കാരിന് യാതൊരു മനസാക്ഷിക്കുത്തുമില്ലാത്ത സർക്കാരാണ്, കണ്ണിൽ ചോരയില്ലാത്ത ഒരു മുഖ്യമന്ത്രി, അതുപോലെ തന്നെ വന്യജീവികളുടെ ആക്രമണത്തിൽ നിന്ന് ജനങ്ങളെ രക്ഷിക്കാൻ മനസ്സില്ലാത്ത ഒരു വനം വകുപ്പ് മന്ത്രി. അവർ രണ്ടുപേരും കൂടി ചെയ്തത് ഈ വന നിയമത്തിൽ ഒരു ഭേദഗതി കൊണ്ടുവന്നു, സംസ്ഥാന സർക്കാരിന്റെ നിയമത്തിൽ. ആ ഭേദഗതി നിയമം ഞങ്ങൾ അവതരിപ്പിക്കില്ല എന്ന് പ്രഖ്യാപിച്ചു. ഈ നിയമസഭാ സമ്മേളനത്തിൽ അവതരിപ്പിക്കുമെന്ന് പ്രഖ്യാപിച്ചതാണ്. ശ്രീ റോജി ജോൺ അടക്കമുള്ള ആളുകൾ പറഞ്ഞു, ഈ വനപ്രദേശങ്ങളിൽ അനധികൃതമായി കടക്കുന്നവരെ വാറണ്ടില്ലാതെ അറസ്റ്റ് ചെയ്യാൻ നമ്മുടെ വനപാലകരായ ഉദ്യോഗസ്ഥന്മാർക്ക് അധികാരം കൊടുക്കും. കേരളത്തിലെ പോലീസിനുണ്ടോ അധികാരം? ലോകത്ത് എവിടെയെങ്കിലും ഒരു നിയമം ഉണ്ടാക്കുമ്പോൾ വാറണ്ടില്ലാതെ അറസ്റ്റ് ചെയ്യാൻ അധികാരമുണ്ടോ? ആരെ അറസ്റ്റ് ചെയ്തതെന്ന് അറിയാമോ? ചുള്ളിക്കമ്പ് പറക്കാൻ പോകുന്ന ആദിവാസികളായ വനപ്രദേശങ്ങളിലെ ജനങ്ങൾ, അവിടെ കന്നുകാലികളെ മേയ്ക്കാൻ കൊണ്ടുപോകുന്നവർ, വനത്തിൽ കുളമുണ്ടെങ്കിൽ ആ കുളത്തിൽ കുളിക്കാൻ പോകുന്നവർ, അവരൊക്കെ അനധികൃതമായി കടന്നു വരുന്നവരാണ്. അവരുടെ പേരിൽ വാറണ്ടില്ലാതെ അറസ്റ്റ് ചെയ്യാൻ അധികാരം കൊടുത്തു ഉൾപ്പെടെയുള്ള ഭേദഗതികൾ കൊണ്ടുവന്നപ്പോൾ UDF പറഞ്ഞു, നിയമസഭയ്ക്കകത്ത് പറഞ്ഞു, നമ്മൾ സമരം പ്രഖ്യാപിച്ചു. 17-ാം തീയതി ഈ ബിൽ അവതരിപ്പിക്കില്ല എന്ന് നമ്മൾ പ്രഖ്യാപിച്ചപ്പോൾ മുഖ്യമന്ത്രിയും വനമന്ത്രിയും നിശബ്ദത പാലിച്ചു. പക്ഷേ ജനരോഷം ആളിക്കത്തിയപ്പോൾ
UDF സമരം, ഈ സമരയാത്ര പ്രഖ്യാപിച്ച ഒരാഴ്ചയ്ക്കുള്ളിൽ മുഖ്യമന്ത്രി വനനിയമം വഴിയിൽ ഉപേക്ഷിച്ച് ഒളിച്ചോടിപ്പോയ അവസ്ഥയാണ് ഉണ്ടായത്. ഈ മലയോര സമരയാത്രയുടെ ആദ്യ വിജയം അതായിരുന്നു. എന്നാൽ അതിനേക്കാൾ ഗൗരവമുള്ള പ്രശ്നങ്ങളാണ് ഇപ്പോൾ ഉന്നയിച്ചുകൊണ്ട് നമ്മൾ ഈ യാത്രയുമായി മുമ്പോട്ട് പോകുന്നത്. വന്യമൃഗങ്ങളുടെ ആക്രമണത്തിന് ശാശ്വതമായ പരിഹാരം ഉണ്ടാവണം. നമ്മൾ വെറുതെ ഡിമാൻഡുകൾ വെച്ച് നടത്തുന്ന ഈ യാത്ര ഒരു രാഷ്ട്രീയ ജാഥയോ സമരമോ അല്ല. വ്യക്തമായ പ്രതിവിധി, ഇത് പ്രതിരോധിക്കാനുള്ള നിർദ്ദേശങ്ങൾ മുന്നിൽ വെച്ചുകൊണ്ടാണ് നമ്മൾ ഈ യാത്ര നടത്തുന്നത്. ഇവിടെ ശ്രീ രാജൻ ബാബു ഉൾപ്പെടെയുള്ള അഭിഭാഷകരായ ഷായൊക്കെ പറഞ്ഞു കാണും. 72 ഈ വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ടിൽ വളരെ വ്യക്തമായ വ്യവസ്ഥയുണ്ട്. വന്യമൃഗങ്ങൾ ആക്രമിക്കാൻ വരുമ്പോൾ, അവർ നമ്മളെ ആക്രമിച്ച് കൊല്ലാൻ വരുമ്പോൾ അവയെ വെടിവെക്കാൻ 72 വന നിയമത്തിൽ കൊടുത്തിരിക്കുന്നത് ചീഫ് വൈൽഡ് വാർഡന് അധികാരം കൊടുത്തിരിക്കുക. ഈ വനനിയമ ഭേദഗതി പിൻവലിക്കുന്ന കാര്യം മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചപ്പോൾ മാധ്യമപ്രവർത്തകർ അദ്ദേഹത്തോട് ചോദിച്ചു. നിങ്ങളെല്ലാം ചാനലുകളിലും കണ്ടു, പത്രങ്ങളിൽ വായിച്ചു കാണും. വന്യജീവി ആക്രമണത്തിൽ നിന്ന് എന്തുകൊണ്ട് ആളുകളെ രക്ഷിക്കാൻ പറ്റില്ല? മുഖ്യമന്ത്രി പറഞ്ഞ മറുപടി വസ്തുതകൾ മറച്ചു വെച്ചുകൊണ്ടുള്ള മറുപടിയാണ്. ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയുള്ള മറുപടിയാണ്. നിയമത്തിൽ പറഞ്ഞിരിക്കുന്നത് 6 പേരുടെ ഒരു കമ്മിറ്റി ഉണ്ടാക്കണം, ആ കമ്മിറ്റി കൂടണം, അവർ മുകളിൽ നിന്ന് നിർദ്ദേശത്തിന് കാത്തിരിക്കണം. മുഖ്യമന്ത്രി ഊറിച്ചിരിക്കുകയാണ്. അതുവരെ ആരെ അവിടെ നിൽക്കുമോ? മതകളെ പേര് വരുന്ന ആരെ നിൽക്കുമോ? കടിതുല്യം വരുന്ന കടുവ ഈ തീരുമാനം എടുക്കുന്നത് വരെ നിൽക്കുമോ വെടികൊള്ളാൻ? അതുകൊണ്ട് ആ നിയമം ഞങ്ങൾ നടപ്പിലാക്കാത്തത് അതുകൊണ്ടാണ്. എന്നാൽ ഈ കഴിഞ്ഞ ദിവസം മാനന്തവാടിയിലെ പഞ്ചാരക്കൊല്ലി, അവിടെ ഒരു ആദിവാസി സ്ത്രീയെ കടുവ കടിച്ചു കൊന്നു. കാപ്പിക്കുരു പിറക്കാൻ പോയ രാധ എന്ന ആദിവാസി സ്ത്രീ, അവരെ കടുവ കടിച്ച് അവരുടെ തല ഭക്ഷിച്ച് അവരുടെ ശവശരീരം കാട്ടിലേക്ക് ഇളച്ചുകൊണ്ട് പോകുന്ന വാർത്ത നമ്മൾ വായിച്ചു. ഈ സംഭവം അറിഞ്ഞ് അവിടെ ആദ്യം എത്തിയത് അവിടുത്തെ MLA, കേരളത്തിലെ മന്ത്രിയാണ്. അദ്ദേഹം മറ്റേ പട്ടികക്ഷേമ മന്ത്രി. അദ്ദേഹത്തിന് അവിടെ ഇറങ്ങാൻ കഴിഞ്ഞില്ല. സ്വന്തം നിയോജകമണ്ഡലത്തിൽ വനം വകുപ്പ് മന്ത്രി വന്നപ്പോൾ ജനങ്ങൾ, വളരെ പ്രക്ഷുബ്ധരായ ജനക്കൂട്ടം അദ്ദേഹത്തോട് പറഞ്ഞു, കടുവയെ, ഈ ആദിവാസി സ്ത്രീയെ കൊന്ന കടുവയെ വെടിവയ്ക്കാൻ ഉത്തരവിടാതെ അങ്ങേക്ക് ഇവിടെ കാല് കുത്താൻ പറ്റില്ല. ഉടനെ ഉത്തരവിട്ടു. ആ കടുവയെ വെടിവെച്ചു. കടുവയെ വെടിവെച്ചതാണെന്നും കടുവയെ മറ്റൊരു കടുവ കടിച്ചതാണെന്നും ഒക്കെ വാർത്തകളുണ്ടെങ്കിലും ഉത്തരവിട്ടു. എവിടെ നിന്ന് ഉത്തരവിട്ടു? പിണറായി വിജയൻ പറഞ്ഞത് 72 നിയമം അനുസരിച്ച് ഞങ്ങൾക്കതിന് അത് ചെയ്യാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞു. ഈ ഉത്തരവ് നേരത്തെ ഇട്ടിരുന്നെങ്കിൽ നമ്മുടെ ബത്തേരിയിൽ കടുവ ആക്രമിച്ച ആളുകൾ കൊല്ലപ്പെടുമായിരുന്നു. ഈ നമ്മുടെ കണ്ണൂരിൽ 10-17 ആളുകൾ ആരെ ചവിട്ടിക്കൊല്ലുമായിരുന്നു. ഇതെല്ലാം ഈ 1000 ആളുകൾ കൊല്ലപ്പെട്ടത് ഇത്തരമൊരു ഉത്തരവ് കൊടുക്കാൻ ഗവൺമെന്റ് പല ഒഴിവ് കഴിവുകളും പറഞ്ഞ് ഒഴിഞ്ഞു മാറിയതാണ്. അതിന്റെ അർത്ഥം ഇത്രയും ഗുരുതരമായ ഒരു പ്രശ്നത്തിൽ ഈ ഗവൺമെന്റിന് യാതൊരു താല്പര്യവുമില്ല. ആളുകൾ വിധിക്ക് അവരെ എറിഞ്ഞു കൊടുക്കുക. ആനയുടെ, കടുവയുടെ, പുലിയുടെ മുമ്പിൽ വിധി പോലെ വരട്ടെ. ഇത് 1000-ലധികം ആളുകൾ മരണമടഞ്ഞ സംഭവത്തിലാണ്. നമ്മൾ ഇതിന് ശാശ്വത പരിഹാരമുണ്ടായേ മതിയാവും. കേന്ദ്ര നിയമത്തിൽ ഇവിടെ രാജൻബാബു പറഞ്ഞു കാണും, നമുക്കിപ്പോൾ ഒരാൾ നമ്മളെ കൊല്ലാൻ വന്നാൽ പോലീസില്ല, നമ്മുടെ കയ്യിൽ ആത്മരക്ഷാർത്ഥം നമുക്കവരെ വടി കൊണ്ടോ കമ്പി കൊണ്ടോ അല്ലെങ്കിൽ അടിച്ചു കൊല്ലുകയോ തോക്കുകൊണ്ട് വെടിവെക്കുകയോ ഒക്കെ ചെയ്യാം. പക്ഷെ നമുക്ക് കൊലക്കുറ്റത്തിൽ നമ്മളെ പ്രതിയാക്കാൻ കഴിയില്ല. ഇന്ത്യൻ ശിക്ഷാ നിയമം അത് കൊലക്കുറ്റമായി കണക്കാക്കുകയില്ല. ആത്മരക്ഷാർത്ഥമുള്ള സെൽഫ് ഡിഫൻസിന് വേണ്ടി നടത്തിയ കുറ്റമാണ്. അതുപോലെ ഒരു മൃഗത്തിന്റെ മുമ്പിൽ ഇങ്ങനെ ആക്രമിക്കാൻ വരുന്ന വന്യജീവി, ആ വന്യജീവിയുടെ ആക്രമണത്തിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ ആ അവകാശം അവർക്ക് എന്തുകൊണ്ട് കൊടുത്തുകൂടാ? 72 നിയമത്തിൽ മാറ്റം വരുത്തണം, ഭേദഗതി വരുത്തണം എന്നതാണ് നമ്മൾ ഈ യാത്രയിൽ വരുത്തുന്ന പ്രധാന ആവശ്യം. കർഷകർക്ക്, മലയോരത്തെ ജനങ്ങൾക്ക് സെൽഫ് ഡിഫൻസിന്
അവർക്ക് തോക്ക് കൊടുക്കണം, തോക്കിന് ലൈസൻസ് കൊടുക്കണം, വെടിവെക്കാൻ അധികാരം കൊടുക്കണം. അങ്ങനെ കൊടുത്താൽ മാത്രമേ, അല്ലാതെ ചീഫ് വൈൽഡ് വാർഡനെ കാത്തിരുന്നാൽ മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ കടുവ വന്ന് കടിച്ചു പോവും, ആന വന്ന് ചവിട്ടിക്കൊല്ലും. ഈ കർഷകന് അവർക്കതിൽ അധികാരം കൊടുക്കണം. ഒരു കാര്യം കൂടി അപകടമുണ്ട്. കാരണം 1000 ആളുകൾ മരിച്ചു. എത്ര കോടി രൂപയുടെ കൃഷിനാശം ഈ കാലത്തുണ്ടായി. മലയോരത്ത് ജീവിക്കുന്നവരുടെ യഥാർത്ഥ വരുമാനം കൃഷിയല്ലേ? അവരുടെ കിളകളെല്ലാം നശിപ്പിച്ചില്ലേ? അപ്പൊ ഇത്രയും ഗുരുതരമായ ഒരു പ്രശ്നത്തിന് ശാശ്വതമായ പരിഹാരം ഉണ്ടാക്കാനുള്ള മുന്നേറ്റമാണ്. അതുകൊണ്ടാണ് ഇന്നിവിടെ ഞങ്ങൾക്ക് വന്നപ്പോൾ വളരെ വളരെ ആവേശം തോന്നി. കാരണം ഈ യാത്ര തുടങ്ങിയ ശേഷം എല്ലായിടത്തും ഈ യാത്രയെ പരിപൂർണമായി സ്വീകരിച്ചു. കാരണം ഈ വനത്തിൽ മരണഭീതി കൊണ്ട് ജീവിക്കുന്നവരുടെ മുമ്പിലേക്കാണ് ഞങ്ങൾ വന്നത്. മരണത്തെ മുഖാമുഖം കാണുന്ന മരണഭീതിയോടെ ജീവിക്കുക എന്ന് പറയുന്നത് എത്രമാത്രം ദുസ്സഹമാണെന്ന് നമുക്ക് ഊഹിക്കാൻ കഴിയും. അവരാണ് ഈ അത് ഏറ്റെടുത്തിരിക്കുന്നത്. ഇത് വളരെ ഉജ്ജ്വലമായിട്ടുള്ള ഒരു വരവേൽപ്പ് നിങ്ങൾ നൽകിയത്. ഈ UDF ഉയർത്തുന്ന ഈ ആവശ്യത്തിന് നിങ്ങളെല്ലാം പൂർണ്ണമായി ഉൾക്കൊണ്ടു എന്നുള്ളതിന് തെളിവാണ്. UDF ഒരു കാര്യം ഉറപ്പു പറയുന്നു, വനമേഖലയിൽ ജീവിക്കുന്ന നമ്മുടെ മലയോര കർഷകർ ഒറ്റയ്ക്കല്ല, അവരോടൊപ്പം UDF ഉണ്ടാവും നിങ്ങളെ രക്ഷിക്കാൻ. പിണറായി സർക്കാർ രാവില്ലെങ്കിൽ ഇവിടെ ശ്രീ മുരളീധരൻ ഉൾപ്പെടെയുള്ളവർ പറഞ്ഞതുപോലെ 2026 ആവുമ്പോൾ പിണറായി വിജയന്റെ ആയുസ് അവിടെ അവസാനിക്കുകയാണ്, കാലാവധി തീരുകയാണ്. പിന്നീട് അധികാരത്തിൽ വരുന്ന UDFന്റെ ആദ്യത്തെ പ്രാധാന്യം നൽകിയുള്ള പ്രശ്നം ഈ മലയോരത്ത് ജീവിക്കുന്ന ജനങ്ങളുടെ സുരക്ഷിതമാണ്. വന്യമൃഗ ആക്രമണത്തിൽ നിന്ന് അവരെ രക്ഷിക്കലാണ്. ആ രക്ഷ നിങ്ങൾക്ക് നൽകുന്നതിനുള്ള മുന്നേറ്റമാണ് ഈ നടക്കുന്നത്. ഇതിൽ പങ്കാളികളായ നിങ്ങളെല്ലാവരെയും ഞാൻ UDFന് വേണ്ടി അഭിവാദ്യം ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നമസ്കാരം. ജയ് ഹിന്ദ്. നമ്മളെല്ലാവരും ഏറെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട പ്രതിപക്ഷ നേതാവ് ശ്രീ VD സതീശൻ അവറുകൾ ഇപ്പോൾ നമ്മളോട് സംസാരിക്കും. അദ്ദേഹത്തെ വളരെ സ്നേഹപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. പ്രിയപ്പെട്ട അധ്യക്ഷൻ, തീരെ ശബ്ദമില്ല, എനിക്ക് തീരെ ശബ്ദമില്ല, അതുകൊണ്ടാണ് കൺവീനറോട് സംസാരിക്കാൻ പറഞ്ഞത്. അധ്യക്ഷൻ, പ്രിയങ്കരനായ MLA ശ്രീ റോജി M. ജോൺ, നമ്മുടെ ഏറ്റവും ബഹുമാന്യനായ MP ശ്രീ ബെന്നി ബെഹനാൻ, UDF കൺവീനർ അടക്കം വേദിയിലും സദസ്സിലുള്ള ഐക്യ ജനാധിപത്യ മുന്നണിയുടെ നേതാക്കളെ, പ്രിയപ്പെട്ടവരെ, ഈ ജാഥ, ഈ യാത്ര എന്തിനാണ് നടത്തിയതെന്ന് എനിക്ക് മുൻപ് സംസാരിച്ച നേതാക്കളെല്ലാം വിശദമായി ഇവിടെ പറഞ്ഞു. മലയോരത്ത് സങ്കടങ്ങളാണ്. ഒരു 3 മാസം മുമ്പ് വയനാട്ടിൽ ഒരു അജീഷിനെ ആന ചവിട്ടിക്കൊന്നു. ഞാൻ ആ വീട്ടിൽ പോയി. 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന മകൾ എന്നോട് പറഞ്ഞു, സാറേ ഞാൻ അനാഥയായി. സാറിന് ഉറപ്പ് പറയാൻ പറ്റുമോ ഇനി എന്നെപ്പോലെ ഒരു അനാഥയും ഇവിടെ ഉണ്ടാവില്ല എന്ന് ഉറപ്പ് പറയാൻ പറ്റുമോ? സത്യം പറഞ്ഞാൽ നമ്മുടെ ചങ്ക് തകർന്നു പോകുന്ന ചോദ്യമാണ്. എപ്പോഴും എൻ്റെ മനസ്സിൽ ആ കുഞ്ഞുണ്ട്. ഒരുപാട് സങ്കടങ്ങളാണ്, ഒരുപാട് പേർ. ഞങ്ങൾ കഴിഞ്ഞ ദിവസം പോയത് രാധയുടെ വീട്ടിലാണ്. മക്കളിരിക്കുകയാണ്. അമ്മയുടെ മൃതശരീരം കിട്ടിയപ്പോൾ തലയില്ല, മുടി മാത്രമേ ഉള്ളൂ. തല മുഴുവൻ കടുവ ഭക്ഷിച്ചു. വയനാട് 9 പേരെയാണ് കടുവ കൊന്നത്. ആറളത്ത് പോയി 17 പേരെയാണ് ആന ചവിട്ടിക്കൊന്നത്. ഇപ്പോൾ റോജി ഒരാളെ ആന രക്ഷപ്പെടുത്തിയ കാര്യം പറഞ്ഞു. ഞങ്ങളുടെ സദസ്സിൽ ഒരാൾ വന്നു. രാവിലെ വീട്ടിലേക്ക് പോയത് ആ ബൈക്ക് മറിച്ചിട്ടു ആന നെഞ്ചിലേക്ക് കാല് വെച്ചു. ചവിട്ടിയില്ല, പക്ഷെ കാല് വെച്ചപ്പോൾ തന്നെ 7 വാരിയിൽ ഒടിഞ്ഞു പോയി. നഖം കൊണ്ട് കാല് മുഴുവൻ പോയി. 15 ലക്ഷം രൂപയായി ആശുപത്രി. ഒറ്റ പൈസ കിട്ടിയിട്ടില്ല, ഒറ്റ പൈസ. എത്ര പേര് തളർന്നു കിടക്കുന്നുണ്ട്, എത്ര പേര് തളർന്നു കിടക്കുകയാണ്. ഇന്നലെ നിലമ്പൂരിൽ ആന ചവിട്ടിക്കൊന്ന മണിയുടെ ഭാര്യയും കുഞ്ഞും വന്നു. കൊച്ചുകുട്ടിയാണ്, മൂത്ത കുട്ടി ഭിന്നശേഷിക്കാരിയാണ്, എടുത്തുകൊണ്ട് കിടക്കണം. ആരുണ്ട് അവർക്ക്? ഇനി ആരോരുമില്ല.
ഇങ്ങനെ ഈ മലയോരത്ത് മുഴുവൻ പിന്നെ ഭീതിയാണ്, ഭീതി. രാത്രി ഒരു കരിയലാണെങ്കിൽ പേടിയാണ്. ബത്തേരി ചെന്നപ്പോൾ പറഞ്ഞ 5 കടുവ ഒരേ സമയത്ത് ഇറങ്ങിയിരിക്കുക. സ്കൂളിൽ പോകാൻ പറ്റുമോ? കുട്ടികളെ സ്കൂളിൽ വിടാൻ പറ്റുമോ? പേടിയാണ്. പുല്ല് പറിക്കാൻ പോകാൻ പറ്റില്ല. കൃഷി മുഴുവൻ നശിച്ചു. മലയോരത്ത് നിങ്ങൾക്കറിയാം, പണ്ടൊക്കെ നമ്മൾ പോകുമ്പോൾ കപ്പ, ചേന, ചേമ്പ്, ഭൂമിക്കടിയിലെ കിഴങ്ങ് കൃഷിയാണ്. എല്ലാം ഇപ്പോൾ പന്നി നശിപ്പിച്ചു. പന്നി. ഒരു സ്ഥലത്തും കിഴങ്ങ് കൃഷിയില്ല. വാഴ, ഇന്നിപ്പോൾ ഞങ്ങൾ ആതിരപ്പള്ളി പോയപ്പോൾ എന്നോട് അവിടെയുള്ളൊരു വീട്ടുടമ പറഞ്ഞു, മുഴുവൻ പ്ലാവും വെട്ടിമാറ്റി. കാരണം ചക്ക ഉണ്ടെങ്കിൽ ആന കയറും, വാഴ ഉണ്ടെങ്കിൽ ആന കയറും, വാഴ പിണ്ടി കഴിക്കുക. അതുകൊണ്ട് വാഴ കൃഷിയില്ല, പ്ലാവില്ല, മുഴുവൻ മാറ്റാണ്. പിന്നെ കാർഷിക ഉൽപ്പന്നങ്ങളുടെ വില ഇടിവ്, കീടനാശിനിയുടെ വില കൂടുതൽ, വളത്തിൻ്റെ വില കൂടുതൽ. കർഷകർ തകർന്നിരിക്കുക. ആകെ ജീവിക്കുന്നത് പശുവിനെ കറന്നാണ്. ഇത് പശുവിനെ പുല്ല് പറിക്കാൻ പോകാൻ പറ്റില്ല. രാവിലെ പാല് കറന്ന് സൊസൈറ്റി പോകാൻ പറ്റില്ല, ആശുപത്രി പോകാൻ പറ്റില്ല. അത്രയും ഭീതിയിലാണ് മലയോരം നിൽക്കുന്നത്. ഞാൻ അഭിമാനത്തോടെ ഞങ്ങൾ പറയുന്നത്, ഇവിടെ റോജിയുണ്ട്, മോൻസുണ്ട്, അനൂപ് ജേക്കബുണ്ട്, MLA മാരൊക്കെ. അസംബ്ലിയിൽ ഞങ്ങൾ കഴിഞ്ഞ 3.5 കൊല്ലമായി നിരവധി പ്രാവശ്യം മലയോരത്തെ സങ്കടങ്ങൾ കൊണ്ടുവന്നു. ഒരു സെഷനിൽ പോലും അത് പറയാത്തയില്ല. എന്താ മറുപടി? ഞാൻ അവിടെ പറഞ്ഞ റോജിയാണത് കൃത്യമായിട്ട് മറുപടി പറഞ്ഞത്. മയക്കുവെടി കൊണ്ട് ആർക്കാണെന്ന് സംശയം വരും. എല്ലാത്തിനും ഒരു നിസ്സംഗമായ ഉത്തരമാണ്. ശരിക്ക് ഇവിടെ പറഞ്ഞതുപോലെ പരമ്പരാഗത, നമുക്ക് എന്ത് ചെയ്യണമെന്നും കൂടി പറയണ്ടേ? നമ്മൾ ജാഥ നടത്തുമ്പോൾ നമുക്ക് പ്ലാനുണ്ട്, കൃത്യമായി പദ്ധതിയുണ്ട്, പരമ്പരാഗതമായി ചെയ്യുന്ന കാര്യങ്ങളുണ്ട്. കിടങ്ങ് കുഴിക്കണം, സൗരോർജ വേലി വേണം, ഹാങ്ങിങ് ഫെൻസിങ് വേണം, റെയിലിൻ്റെ ഗാർഡ് വേണം, മതിൽ വേണം. നിങ്ങൾക്കറിയാമോ, ഇത്രയും പ്രശ്നം ഉണ്ടായിട്ട് കഴിഞ്ഞ 4 കൊല്ലമായി ഈ കാര്യത്തിന് വേണ്ടി 1 രൂപ ചെലവാക്കിയിട്ടില്ല. ഞാൻ അസംബ്ലി ചോദിച്ചു, 1 രൂപ. എല്ലായിടത്തും എക്സ്പെൻഡിച്ചർ കാണിക്കുന്നത് 0 എന്ന ഒറ്റ പൈസ. എന്നിട്ട് ഗവർണറെ കൊണ്ട് നയപ്രഖ്യാപന പ്രസംഗത്തിൽ പറഞ്ഞിരിക്കുക, വന്യജീവി ആക്രമണം കുറഞ്ഞു വരികയാണ് കേരളത്തിൽ. ഇവർ ഏത് ഗ്രഹത്തിലാണ് ജീവിക്കുന്നത്? ഇവർ തന്നെ തന്ന കണക്കാണ് ഇവിടെ പറഞ്ഞത്. 60,000 വന്യജീവി ആക്രമണങ്ങൾ 6-7 കൊല്ലത്തിനിടയിൽ. 1000-ലധികം പേര് മരിച്ചു, 8,000 പേര് ഗുരുതരമായ അവസ്ഥയിൽ. കോടിക്കണക്കിന് രൂപയുടെ കൃഷി നശിച്ചു. പിന്നെ രണ്ടാമത്തെ കാര്യം, ആധുനികമായ സങ്കേതങ്ങൾ വേണം. ഇപ്പൊ വനാതിർത്തിയിൽ വന്യമൃഗങ്ങളുടെ മൂവ്മെന്റ് ഉണ്ടായാൽ അറിയാനുള്ള സംവിധാനം ഇപ്പം ഉണ്ട്. ഏത് യുഗത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്? ശാസ്ത്രയുഗത്തിലാണ്. ആ വനം ഇങ്ങോട്ട് കടക്കുന്നതിന് മുമ്പ് വാണിംഗ് കൊടുക്കാം. മൃഗം മനുഷ്യവാസ പ്രദേശത്തേക്ക് അതിനെ ശബ്ദമുണ്ടാക്കി തിരിച്ചോടിപ്പിക്കാം. ആർട്ടിഫിഷ്യലായി, കൃത്രിമമായി ശബ്ദം ഉണ്ടാക്കാം. ഇവിടെ ബെന്നിച്ചേട്ടൻ പറഞ്ഞല്ലോ, തൊട്ടപ്പുറത്ത് വാൽപ്പാറയിൽ, മലക്കപ്പാറയിൽ, തമിഴ്നാട്, കർണാടകം, മധ്യപ്രദേശ്, സുന്ദർബാൻസിൽ എല്ലായിടത്തും ഈ സംവിധാനങ്ങളൊക്കെ നിലവിൽ വരിക. ഇതറിയാത്ത ലോകത്തുള്ള ഏക വിഭാഗം കേരളത്തിലെ വനം വകുപ്പാണ്. അറിഞ്ഞിട്ട് പോലുമില്ല, ഈ സർക്കാർ അന്വേഷിച്ചിട്ട് പോലുമില്ല. അപ്പോൾ പരമ്പരാഗതമായ സങ്കേതങ്ങൾ വേണം, അതുപോലെ തന്നെ ആധുനികമായ രീതികൾ വേണം. വന്യജീവി നിയമത്തിൽ ഭേദഗതി വേണം. ബെന്നിച്ചേട്ടനടക്കം നമ്മുടെ എല്ലാ MP-മാരും 18 പേരും അതിനുവേണ്ടി പാർലമെന്റിൽ പോരാടും. ഞങ്ങൾ അസംബ്ലിയിലുണ്ട്, അകത്തും പുറത്തും പോരാടും. ഇപ്പോ വനാതിർത്തി, വനം സംരക്ഷിക്കണം, ഒരു സംശയം വേണ്ട, നമ്മൾ ഉറച്ച നിലപാടാണ്. പക്ഷെ 29.1% വനമാ കേരളത്തിൽ ഭൂവിസ്തൃതിയുടെ. ദേശീയ ശരാശരിയേക്കാൾ കൂടുതലാണ്. ഇനി എന്തിനാ വനം? ജനവാസ കേന്ദ്രം വനമായി നോട്ടിഫൈ ചെയ്യുന്നു, ബഫർ സോൺ വരുന്നു. അപ്പം ഈ മനുഷ്യരെങ്ങോട്ട് പോവും? ഇപ്പം ഇടുക്കിയിൽ ഏലത്തോട്ടം വനഭൂമിയാക്കാൻ പോവാ. 1000 കണക്കിന് ഹെക്ടർ സ്ഥലമാണ്. എങ്ങോട്ട് പോവും?
ആളുകൾ ജീവിക്കുന്ന സ്ഥലമാണ്, ജനസാന്ദ്രത ഉള്ള സംസ്ഥാനമാണ് കേരളം. അപ്പം ഇതൊരു ഗൗരവമാർന്ന പ്രശ്നമാണ്. ഞങ്ങൾ ഈ ജാഥ നടത്തുന്നതിലൂടെ പറഞ്ഞു, ഈ സങ്കടങ്ങളോട് ദുഃഖങ്ങളോട് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കാൻ നിങ്ങൾ ഒറ്റയ്ക്കല്ല എന്ന് പറയാൻ ഞങ്ങളുണ്ട് കൂടെ. ഇതിന് പരിഹാരം കാണുന്നത് വരെ ഐക്യ ജനാധിപത്യ മുന്നണി നിങ്ങളോടൊപ്പം ഉണ്ടാകും, സംശയമില്ല. പിന്നെ ഇവർ പരിഹരിച്ചില്ലെങ്കിൽ നിങ്ങൾ പേടിക്കൊന്നും വേണ്ട, ഇത് കഴിയാറായി, ഈ സാധനം വീഴാറായി. ഐക്യ ജനാധിപത്യ മുന്നണി കൊടുങ്കാറ്റ് പോലെ കേരളത്തിൽ തിരിച്ചു വരും. ഒന്നാമത്തെ മുൻഗണന കൊടുത്ത് മലയോരത്തെ സങ്കടങ്ങൾ UDF മാറ്റും. ആ വാക്കുകൂടി പറയാനാണ് മലയോര സമരയാത്രയുമായി ഇവിടെ എത്തിയത്. ഞാൻ സംഘാടകരെ അഭിനന്ദിച്ചാൽ അത് ഫോർമാലിറ്റി ആവും. പക്ഷേ ബെന്നിച്ചേട്ടൻ പറഞ്ഞതുപോലെ മലയാറ്റൂർ പള്ളിയിലെ പെരുന്നാളിൻ്റെ തൊട്ടിപ്പുറത്ത് നിൽക്കുന്ന രീതിയിൽ ഹൃദയത്തിൽ ചാലിച്ച് സ്നേഹം നൽകി ഞങ്ങളെ സ്വീകരിച്ചതിന് ഞാൻ നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തും.